കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്, എനിക്ക് ദീർഘായുസ്സുണ്ട്. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കുക തന്നെ ചെയ്യും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം അറിയിക്കുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വചനം കേൾക്കുമ്പോൾ കർത്താവിലുള്ള വിശ്വാസത്തേക്കെയും വർദ്ധിക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കി. തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രോഗികളായി ഭാരപ്പെടുന്നവർ, വേദനയുള്ളവർ കൈവച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് ചോദിക്കും കാര്യം എനിക്കറിയാം. ഈ വചനത്തിൻ്റെ ഇടയിൽ തന്നെ കർത്താവ് അത്ഭുതകരമായ സൗഖ്യങ്ങളെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് അയക്കും. അത്ഭുതങ്ങളെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ് കാര്യം. വചനം അയച്ച് വിടുവിച്ചു എന്ന് ബൈബിളിൽ വാക്യമുണ്ട്. നമ്മൾ അത്ഭുതം കാണുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേട്ട വചനചിന്ത, വചനഭാഗമല്ല, വചനചിന്ത നമ്മൾ എന്തിനെ പറ്റിയാന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? തെറ്റുകളെ ഏറ്റുപറഞ്ഞ അനുഗ്രഹം പ്രാപിക്കാൻ, ആമേൻ. നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത്. അപ്പോൾ നമ്മൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അനുഗ്രഹത്തിന് വേണ്ടി ഓടുന്നവരല്ല, നമ്മളൊരു അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങളാണ് അനുഗ്രഹം, നിങ്ങളാണ് അനുഗ്രഹം. നിങ്ങളത് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവപ്രവർത്തികളെ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഇന്ന് നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് എടുക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. വേഗത്തിൽ തന്നെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് തന്നെ കർത്താവിൽ നിന്ന് നമുക്ക് കേൾക്കാം. ആ വചനഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. കൊരിന്ത്യർ ലേഖനത്തിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് 2 കൊരിന്ത്യ ലേഖനമാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലെ 21-ാമത്തെ 21-ഉം 22-ാമത്തെ വാക്യങ്ങളാണ്. അല്ലെങ്കിൽ 20 മുതൽ നമുക്ക് വായിക്കാം. കൊരിന്ത്യ ലേഖനത്തെപ്പറ്റി നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, 2 കൊരിന്ത്യർ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ വചനഭാഗങ്ങളിലേക്ക് വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനേകർ ഉണ്ടെങ്കിലും അവയിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ദൈവത്തിൽ ആമേൻ എന്ന് തന്നെ. നിങ്ങളെ ക്രിസ്തുവിനോട് കൂടെ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ. ദൈവം നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. ആമേൻ. അപ്പോൾ വചനം നമ്മളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ്വെന്നത്രേ. ഉവ്വെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നാണ്. എൻ്റെ അർത്ഥം അതിന് മാറ്റമില്ല. ഞാൻ തുടക്കത്തിൽ ചോദിച്ചോട്ടെ, കർത്താവ് എൻ്റെ ഉള്ളിലൊരു സൂസമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ നിയോഗം തരികയാണ്. സൂസമ്മയ്ക്ക് ഒരാൺ കൊച്ച്, അതായത് ആണ് പൈതലിനെ കർത്താവ് എന്നെ കാണിക്കുന്നത്. പൈതലല്ല, അതായത് കൊച്ചു പയ്യനല്ല, ഒരാണിനെയാണ് കർത്താവിനെ കാണിക്കുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ പറയുകയാണ്. സൂസമ്മ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ആൺ പൈതലിന് വേണ്ടിയാണ് കർത്താവിനെ കാണിക്കുന്നത്. ഇന്ന് വേഗത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ പറയുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ പറയുന്ന കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രതിസന്ധിയായി നിൽക്കുന്ന വിഷയം മാറിയിട്ട് ദൈവത്താൽ ഒരു അത്ഭുതത്തെ അവിടെ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. അപ്പോൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ ഇവിടെ ഉള്ളത്, യേശുവിൻ്റെ നാമത്തിൽ ആരാത് ഇപ്പോൾ ആ വ്യക്തിയുമായിട്ട് ആരാണോ ബന്ധപ്പെട്ടത് അത് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ തലമുറയിന് ആരുടെ ആൺപൈതല് ഞാൻ കാണുന്നത് ഈ ബി എന്ന അക്ഷരം, ബി എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ആളാണ്. ബി എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന പേരുള്ള ഒരു മോനെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇന്ന് മോന്റെ പേരെന്നാ?
ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടാണ്. അയ്യോ ബ്രദറെ എന്റെ പ്രാർത്ഥിക്കണേ. മകന്റെ പേര് വിവേക് എന്നാണ്. വിവേക്. ബി 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 എന്നാണ് ഞാൻ പറഞ്ഞത്. ബി ബി ആണ്. ബി. ബി ആണ്. ബി കൂട്ടിയുള്ള പേരിൽ ആരംഭിക്കുന്നതാണ്. കർത്താവ് ഇന്ന് ആ മകനെ സ്പർശിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് വലിയൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കുകയാണ്. അത് ഏറ്റെടുത്തോണം. കർത്താവ് വലിയ പ്രവർത്തികളെ ചെയ്യും. വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. അതാരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം. കർത്താവ് വലിയ സിസ്റ്ററുടെ മോനാണോ? ഏറ്റെടുത്ത്. അതെ അതെ അതെ. ഏറ്റെടുത്തു. ആ മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ആമേൻ. കർത്താവിനോട് പറയുന്ന ആ വാക്ക് ഏറ്റെടുത്തോണം. വാക്തത്വങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അതിൽ ആമേൻ എന്നത്രയെന്ന് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഞാൻ ഈ കാണുന്നത് ഈ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് നാളുകളായിട്ട് വേദന വരുന്ന ഒരു വ്യക്തി. അതിങ്ങനെ ഈ ഒരു ചെറിയ കാല് കുത്തുന്ന സമയത്ത് ചില സമയത്ത് ഇങ്ങനെ വല്ലാത്തൊരു വേദന, ഈ മുള്ളു കുത്തുന്നത് പോലെ ചില സമയത്തൊരു വേദന അനുഭവിക്കും. വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒന്നിലധികം വ്യക്തികളെ ഞാൻ കാണുന്നു. ഈ കാലിൻ്റെ ഉപ്പൂറ്റി വശത്ത് ഇപ്പോൾ അവിടെ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നു. ആ വേദനയുള്ള ഭാഗത്ത് കൈയൊന്ന് വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്ന കൈ അവിടെ വെച്ച് ഇപ്പോൾ തന്നെ പറഞ്ഞ് എൻ്റെ കൂടെ യേശുവിൻ്റെ നാമത്തിൽ ആ വേദന വിട്ടുമാറുകയാണ്. ആ വേദന ഇപ്പോൾ തന്നെ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഈ നിമിഷം തന്നെ കൽപ്പിക്കുന്നപ്പ. ഈ നിമിഷം തന്നെ ആ വേദനയോട് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അത്ഭുതം വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിന് നന്ദി. അത്ഭുതം ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് സൗഖ്യമാക്കുന്നപ്പ. കർത്താവിൻ്റെ മുറിവ് അവിടെ സൗഖ്യമാണ്. കർത്താവിൻ്റെ മുറിവ് അവിടെ അത്ഭുതമാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ വേദന വിട്ടുമാറിയവരാരെങ്കിലും ഇപ്പം സൂമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, കർത്താവ് എന്നെ കാണിച്ചതാണ്. ഇന്ന് ലൈവിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മെസ്സേജ് അയക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർ പ്രാർത്ഥിച്ച ശേഷം? ബ്രദർ, എന്റെ കാലിന് ഉപ്പൂറ്റി കാലിന് ഭയങ്കര വേദനയാണ്. നിലത്ത് കുത്തി വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോഴോ? കൈവച്ചു പ്രാർത്ഥിച്ചു. ഇപ്പൊ ഇല്ല. ഞാൻ ഞെക്കി നോക്കി, വേദന ഇല്ല. അപ്പൊ എനിക്ക് ഇപ്പൊ വേദന ഇല്ല. എത്ര നാളുള്ള വേദനയായിരുന്നു സിസ്റ്റർ അത്? അത് 2-3 കൊല്ലമായി. ഓ സ്വോത്രം, ഇത് വലിയൊരു അത്ഭുതമാണ്. കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കി നന്ദി കർത്താവേ. നമുക്ക് പിന്നെയും സാക്ഷ്യം കേൾക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാണ് തുടക്കത്തില്. 2-3 വർഷമായിട്ട് വേദനയായിരുന്നു. ഇപ്പൊ അത് മാറി. എന്റെ കാലിന് ഒത്തിരി വർഷങ്ങളായിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം. സൗഖ്യമായ ഒരു കാര്യം, നമുക്ക് ഈ വചനത്തിന് ശേഷം നിങ്ങൾ സാക്ഷ്യം പറയണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ബാക്കിയുള്ളവരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് വലിയ രോഗസൗഖ്യത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റെടുത്തോണം. ഇന്ന് കേട്ട സൗഖ്യം പോലെ തന്നെ 3 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ് ഇപ്പം മാറിയത്. അതാണ് ചോദിക്കുക, ഇൻസ്റ്റൻ്റ്ലി സൗഖ്യമായതാണ്. അതേപോലെ മാറിയവരിപ്പം കമൻറ്റ് ചെയ്യേണ്ട. ഇപ്പം നിങ്ങൾ ലാസ്റ്റ് സാക്ഷ്യം പറയാനുള്ള സമയമുണ്ട്. അപ്പം മാറിയവർക്ക് സാക്ഷ്യം പറയാം. ഈ സമയത്ത് രോഗികളായുള്ളവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. കർത്താവ് വലിയ ബ്രേക്ക് ത്രൂ നമുക്ക് ചെയ്യും. അപ്പോൾ വചനം പറയുന്നു, ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിച്ചു, ദൈവം നമ്മെ അഭിഷേകം ദൈവമല്ലോ. അപ്പോൾ വചനം പറയുകയാണ്, ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിച്ചതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ദൈവം നമ്മെ മുദ്രയിട്ടും പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം എന്ന് പറഞ്ഞാൽ ദാനം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. അപ്പോൾ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവിടെ വചനം പറയുന്നു അത് ആമേൻ എന്നാണ്. അല്ലെങ്കിൽ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഉവ്വെന്നാണ്. അപ്പോൾ അടുത്ത വചനം ഇപ്പോൾ ദൈവത്തിൽ അതെല്ലാം ആമേൻ എന്നാണ്. 2 കാര്യത്തിൽ പറഞ്ഞു. ഒന്ന്, ഉവ്വെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, ആമേൻ എന്ന് പറഞ്ഞാൽ സെയിം അർത്ഥം തന്നെയാണ്, അങ്ങനെ തന്നെ എന്നാണ്. അപ്പോൾ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും ദൈവത്തിനൊരു പ്രത്യേകം. ഇപ്പം നിങ്ങളൊരു കാര്യം വന്ന് ചോദിക്കുകയാണ്, നമ്മളോട് ഒരു സഹായം ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ പറയുന്നൊരു വാക്കില്ല, ഞാൻ ശ്രമിക്കാം, ഞാനത് നോക്കാം, ഞാനത് പറ്റുമെങ്കിൽ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത, ഒരു വചനം ദൈവം പറഞ്ഞാൽ ദൈവം പറയുന്ന വാക്യതാണ് ഉവ്വെന്നാണ്. അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ എന്നാണ്. ഞാൻ കൂടെ എപ്പോഴും പറയാറില്ലേ, നമ്മൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവവചനത്തിന്, നിങ്ങൾ വിശ്വസിക്കുന്ന വചനത്തിന് മാറാൻ കഴിയത്തില്ല. അതായത് ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യാറുണ്ട്. കോംപ്രമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഇന്ന് തീരുമാനിക്കുകയാണ്, എൻ്റെ പറമ്പിൽ, ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ എൻ്റെ പറമ്പിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ ആ ഉദാഹരണം വേണ്ട, അത് വേറെ നമുക്ക് ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ തീരുമാനിക്കുകയാണ്, എന്താ നിങ്ങൾ നിങ്ങൾ ഇപ്പം നിങ്ങളായിട്ടൊരു തീരുമാനം പറയും. നിങ്ങൾ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട്
ഒരു തീരുമാനം മാറ്റേണ്ടി വന്നു സാഹചര്യങ്ങൾ കാരണം, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം പെട്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനം നിങ്ങൾ കോംപ്രമൈസ് ആയത്? ഹോസ്പിറ്റലിൽ പോണമെന്ന് കരുതി പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. എന്നാലും നമുക്കൊന്ന് വേറൊരു വ്യക്തിയുമായിട്ട് ആ സ്ഥലത്തിന് വേറൊരു വ്യക്തിയുമായിട്ട് കുറച്ച് പൈസ കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞേക്കാം ഉദാഹരണങ്ങൾ, നിങ്ങൾ വലിയ വലിയ ഉദാഹരണത്തിലേക്ക് പോവാം. ഞാനിപ്പോൾ വേറെ കാര്യം പറയാം. ഇപ്പോൾ ഞാൻ അങ്ങനെ ഉദാഹരണമെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല, എന്നാലും പറയുകയാണ്. നിങ്ങൾ തീരുമാനിക്കുകയാണ് എൻ്റെ പറമ്പിൽ ഞാൻ ഒരു മനുഷ്യനെയും കയറ്റത്തില്ല. നിങ്ങൾ വേലി കെട്ടി ഗേറ്റ് വെച്ചു, തീരുമാനിച്ചു ഒരു മനുഷ്യനെയും എൻ്റെ പറമ്പിൽ കയറ്റത്തില്ല എന്നൊരു തീരുമാനം എടുത്തു. പക്ഷേ ആ തീരുമാനം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടോ ആ തീരുമാനത്തെ നിങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. ആ ഗേറ്റ് മാറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ വേലി പൊളിക്കേണ്ടി വന്നു, എന്തുവായിക്കോട്ടെ. അതായത് നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാരണം, ഈ ഉദാഹരണം ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യരുത്. ഒരാൾക്ക് നമുക്ക് കാൽ നടക്കുവാനുള്ള അവകാശം കൊടുക്കണം. എങ്കിലും ഞാൻ പറയുകയാണ്, ഉദാഹരണമായിട്ട് പറയുകയാണ്, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. ഒരു കാര്യം തീരുമാനിച്ചിട്ട്, ഒരു കാര്യം ഉറപ്പിച്ചിട്ട്, അതിൻ്റെ മേൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദ നിമിത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? തീരുമാനം മാറ്റേണ്ടി വന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും അതിൽ ഉവ്വെന്നത്രേ. എൻ്റെ അർത്ഥം, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം വരുമാറ് അതിൽ ആമേൻ എന്ന് പൗലോസ് പറയുകയാണ്. ദൈവം ഉവ്വെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആമേൻ എന്ന് പറയും. അതിൻ്റെ അർത്ഥം ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ വാക്ക് മാറ്റത്തില്ല. നമ്മൾ പറയത്തില്ല, കൊന്നാലും ഞാൻ എൻ്റെ വാക്ക് മാറ്റത്തില്ല. ദൈവത്തിന് ഇനി കൊല്ലാൻ കഴിയത്തില്ല, ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവം പറയുകയാണ്, എനിക്ക് എൻ്റെ വാക്ക് മാറ്റാൻ പറ്റത്തില്ല. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ ദൈവം പിന്നെയും പിന്നെയും സംസാരിക്കത്തില്ല. ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ ദൈവം അത് പിന്നെയും പിന്നെയും സംസാരിക്കുന്ന ദൈവമല്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവത്തിനൊരു ഉറപ്പുണ്ട്, ഞാൻ വാക്ക് മാറത്തില്ല. ഈ വാക്കിന് ഉറപ്പില്ലാത്തവരാണ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം പറയുന്നു, ഞാൻ ഉവ്വെന്നാണ്, അങ്ങനെ തന്നെ എന്നാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മെ പൗലോസ് ദൈവത്തിന് മഹത്വം കൊടുക്കുമാറ് അത് ആമേൻ എന്ന് ഞങ്ങൾ തിരിച്ചു പറയും. എന്നിട്ട് പറയുകയാണ്, നമുക്ക് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുമ്പോൾ അതിനൊക്കെയും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിച്ചു. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, പലരും വിശ്വാസ ജീവിതത്തിൽ നിൽക്കാൻ ശ്രമിക്കുകയാണ്. ബൈബിൾ പറയുന്നു, ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ഉറപ്പിക്കും. എപ്പോഴും ഓർത്തോണം, കർത്താവ് നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ക്രിസ്തു യേശുവിൽ നമ്മളെ എങ്ങനെ ഉറപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചോണം, നിങ്ങളൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട ഒരു ചിന്ത, നിങ്ങൾ ഈ വചനം വെച്ച് ദൈവസന്നിധിയിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഉരുവിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, എന്നെ ശക്തനാക്കുന്ന യേശു. അപ്പോൾ നിങ്ങൾക്ക് കഴിവില്ലായിരിക്കാം, പ്രാപ്തിയില്ലായിരിക്കാം, ബലം കുറവായിരിക്കാം, ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിങ്ങൾ പഴി കേൾക്കുന്നവരായിരിക്കാം, ഒത്തിരി കുറവുകൾ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എല്ലാ ദിവസവും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായിത്തീരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് പല ചിന്തകൾ വരും. ഇത് ശരിയാകുമോ? ഇത് റെഡിയാകുമോ? ഈ കാര്യത്തിൻ്റെ അകത്തൊരു രക്ഷയുണ്ടാകുമോ? ഞാൻ രക്ഷപ്പെടുമോ? ഇങ്ങനെ 100,000 ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇത് ഉവ്വെന്നാണ്. അതിൻ്റെ അർത്ഥം, ഈ വചനത്തിൽ എന്തു പറയുന്നോ അതുപോലെ സംഭവിക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ വചനം. ഈ വാക്ക് എനിക്ക് തന്നത്, ഈ വചനം എനിക്ക് തന്ന ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവവചനത്തിൽ വ്യാപരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ഉറപ്പ് എന്നാന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം മാറ്റമില്ലാത്തവനാണ്, മാറാത്ത ദൈവമാണ്. ആമേൻ. ദൈവത്തിന് വാക്ക് മാറാൻ കഴിയത്തില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവത്തിന് പിന്മാറാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു വേട്ടയാടുന്ന അനുഭവമാണ് നിരാശകൾ. നമ്മുടെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തോ കൊണ്ടുവരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായി നിരാശ വരാൻ കാരണം എന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം റെഡിയാകത്തില്ല എന്ന ഉറപ്പ് നമ്മളിലേക്ക് പ്രവേശിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ഏത് വിഷയം വെച്ചാണോ, ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, ആ വിഷയം നിങ്ങളുടെ അകത്ത് നടക്കത്തില്ല എന്ന ഉറപ്പ് നിങ്ങളിൽ ഓൾറെഡി കയറിക്കിടക്കുക.
അപ്പോൾ ഈ കയറിക്കിടക്കുന്ന ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നിങ്ങൾ വചനം പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉറപ്പ് ഇങ്ങനെ പൊങ്ങി വരും. ഈ ഉറപ്പ് എന്നാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം ഒന്നും മാറാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് മാറാൻ പോകുന്നില്ലെന്ന് അറിയാം. ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും അറിയാം ഈ വിഷയം ഒരു കാരണവച്ചാലും ശരിയാകത്തില്ല. കാരണം അതുപോലെ ഞാൻ പ്രതികൂലത്തിൻ്റെ അകത്താണ്, അതുപോലത്തെ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഇത് മാറത്തില്ലെന്ന്. അപ്പം ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറപ്പ് എൻ്റെ അകത്തുനിന്ന് പൊങ്ങി വരും. ഈ ഉറപ്പ് പൊങ്ങി വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഉറപ്പ് എങ്ങനെയാണ് പൊങ്ങി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കകത്ത് ഭയമായും ഭാരമായും എൻ്റെ അകത്ത് ടെൻഷനായും എൻ്റെ അകത്ത് ആകുല ചിന്തകളും ഈ ഒരു സ്വഭാവത്തിൽ ഇത് കയറി വരും. ഇത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ തളർന്നു പോകും. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വചനം പറയുന്നത് നിർത്തും. കാരണം നിങ്ങൾ പറയും, ബ്രദറെ വചനം പറഞ്ഞിട്ടും എനിക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പം മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ ആദ്യം ആകെ 2 ദിവസമല്ലേ വചനം പറയാൻ തുടങ്ങിയുള്ളൂ, അല്ലെങ്കിൽ 1 മാസമല്ലേ തുടങ്ങിയുള്ളൂ. തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് മാറ്റം വരുന്നില്ല എന്ന് വരാൻ കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് മാറത്തില്ല എന്നൊരു ഉറപ്പ് കയറി കിടക്കുക. അപ്പോൾ ഇത് കയറി കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയേണ്ടത്, എൻ്റെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ വാക്ക് തന്ന ദൈവം മാറത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഇനി എന്തിനെ മാറാൻ കഴിയത്തുള്ളൂ? എൻ്റെ പ്രശ്നത്തിനേ മാറാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാറാൻ കഴിയത്തില്ല, പകരം എൻ്റെ പ്രശ്നത്തിനെ മാറാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വചനം പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളോട് തന്നെ പറയണം, നിങ്ങളുടെ മനസ്സിൽ കയറി കൂടിയ ഉറപ്പുണ്ട്, ആ പുള്ളിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ ഉറപ്പാണ് ഭയമായിട്ടും ഭാരമായിട്ടും ആകുലതയായിട്ടും മനപ്രയാസമായിട്ടും ടെൻഷനായിട്ടും ഒക്കെ പൊങ്ങി വരുന്നത്. ഈ ഉറപ്പാണ്, മാറത്തില്ല എന്നൊരു ഉറപ്പ്. മാറുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സമാധാനമല്ല വരുന്നത്. നിങ്ങൾ പറയൂ, ഒരു വിഷയം ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര ഇടിയും മഴയും പെയ്തുകൊണ്ടിരിക്കുക, കുറേ നേരമായിട്ട് നിങ്ങൾ കവലയിൽ നിൽക്കുക, ബസ് കാത്ത് നിൽക്കുക, കുറേ നേരം നിൽക്കും. ഒരു അരമണിക്കൂർ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും, എങ്ങനെ ആയാലും ഒരു കൂടിപ്പോയാൽ ഒരു അരമണിക്കൂറും കൂടെ മഴ പെയ്യും, അല്ലേ? അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മഴ തുടങ്ങിയപ്പോൾ ഒരു ഭാരം വന്നെങ്കിലും മഴ മാറും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ട് ആ ഭാരം പയ്യെ പയ്യെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറും, അല്ലേ? നമ്മൾ ആ മഴയെ പയ്യെ ആസ്വദിക്കാൻ തുടങ്ങും. അതുവരെ മഴ ഭയപ്പെട്ടിരുന്നു, മഴ പെയ്തപ്പോൾ ഒരു ടെൻഷനായിരുന്നു, ഇന്ന മഴയായത്. പക്ഷേ പയ്യെ പയ്യെ ഈ മഴ മാറി കുറച്ച് കഴിയുമ്പോഴേക്ക് ഞാൻ വീട്ടിൽ പോകും. ഇത് നമ്മുടെ അകത്തോട്ട് വരുമ്പോൾ ഒരു പീസ് ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. ഇത് വരുമ്പോൾ നമ്മൾ ആ മഴ എന്ത് ചെയ്യും? പയ്യെ തട്ടിയും തലോടെയൊക്കെ എന്ത് ചെയ്യും? ആസ്വദിക്കും. കുറേ കഴിയുമ്പോൾ മഴ അങ്ങ് പോകും. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഈ പ്രശ്നം മാറത്തില്ല എന്നൊരു ഉറപ്പ് കിടപ്പുണ്ട്. ഈ ഉറപ്പ് കിടക്കുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വചനം പറയുമ്പോൾ ഇത് മാറത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇത് നമ്മളിലേക്ക് ഭയമായിട്ടും ഭാരമായിട്ടും കയറും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വചനം പറയുമ്പോൾ എന്താണ് വചനമെന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ഈ വചനം പറയുമ്പോൾ ബൈബിളിൽ പൗലോസ് പറഞ്ഞ വാക്കുകൊണ്ടോ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും ദൈവത്തിൽ ഉവ്വെന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. എൻ്റെ അർത്ഥം ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ ഈ വചനം പറയുമ്പോൾ ഒന്നെങ്കിൽ ദൈവം വാക്ക് മാറണം. ദൈവം വാക്ക് മാറിയില്ലെങ്കിൽ, ദൈവം വാക്ക് മാറിയാൽ ഈ വിഷയം റെഡിയാകത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം വാക്ക് മാറാൻ പറ്റുമോ ദൈവത്തിന്? ഇല്ല. പറ്റില്ല. ഒരിക്കലും മാറത്തില്ല ബ്രദറെ. അപ്പോൾ ദൈവം ഒരിക്കലും ദൈവത്തിന് വാക്ക് മാറാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, അങ്ങനെയെങ്കിൽ എൻ്റെ വിഷയത്തിനെ മാറാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒന്നിനെ മാറാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ദൈവത്തിന് മാറണം, അല്ലെങ്കിൽ വിഷയം മാറണം. ഇത് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇത് രണ്ട്, അതായത് നിങ്ങൾ വചനം പറയുകയും നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണ്. എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ സാഹചര്യത്തോട്. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വാക്യം ഒന്ന് എടുക്കുകയാണെ, നിങ്ങളെ ക്രിസ്തുവിനോട് കൂടെ ഉറപ്പിച്ചും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ശ്രദ്ധിച്ചോണം, നമ്മളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന ദൈവം. അപ്പോൾ നിങ്ങൾ പേടിക്കരുത്. നമ്മൾ ക്രിസ്തുവിൽ ഉറയ്ക്കുവല്ല, ദൈവം നമ്മളെ ഉറപ്പിച്ചിരിക്കുക.
അപ്പോൾ നിങ്ങൾ ഇനി ഭാരപ്പെടേണ്ട, കർത്താവെ ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോൾ ഞാൻ രക്ഷപ്പെടുവോ, ഞാൻ കർത്താവിൽ വലിയ സാക്ഷിയാകുമോ എന്നൊരു ഭാരം വേണ്ട. ദൈവം നമ്മെ ഉറപ്പിച്ചിരിക്കുക. ഈ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആക്കി നിർത്തിയിരിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ബ്രദറെ, ഫീൽ ചെയ്യുന്നില്ല, ഞാൻ എന്തൊക്കെയോ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകാമെന്ന് എനിക്ക് ഭയങ്കര ഭയമാണ്, ഭാരമാണ്. ഇതിങ്ങനെ മനസ്സിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ അകത്ത് വലിയൊരു ഭയം കയറി, ദൈവം നിലനിൽക്കാൻ പറ്റുമോ? ഉടനെ പറയണം, ഇല്ല, ഞാൻ നിൽക്കുവല്ല, ദൈവം എന്നെ ഉറപ്പിച്ചിരിക്കുക. എങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമ്മെ മുദ്രയിട്ടും പരിശുദ്ധാത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നത് മുഖാന്തരം ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? ഉറപ്പിച്ചിരിക്കുന്നു. ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്കൊന്ന് വേഗത്തിൽ വരാം. ഇവിടെ യേശു ക്രിസ്തു ഒരു ഉപമ പറയുകയാണ്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മൾ പലതവണ ഈ വചനം എടുത്തിട്ടുള്ളത് അല്ലേ? നമ്മൾ പലതവണ വചനം എടുത്തിട്ടുള്ളതെങ്കിലും ഒന്നും കൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു ന്യായാധിപതി. ഇപ്പം ക്രിസ്തു ഒരു ഉദാഹരണം പറയുകയാണ്. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അപ്പം എന്തിനാ കർത്താവ് ഈ ഉപമ പറയുന്നത് നോക്കിക്ക്. അവൾ തൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല. ആ ന്യായാധിപതി പറയുവാണ്, എനിക്ക് ദൈവത്തെയും ഭയമില്ല, മനുഷ്യനെയും പേടിയുമില്ല. എങ്കിലും വിധവ എന്നെ അസഖ്യപ്പെടുത്തിയത് കൊണ്ട് ഞാൻ അവൾക്ക് പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അപ്പം കർത്താവ് ഒരു ഉദാഹരണം പറയുകയാണ്. ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യനെ പേടിയില്ലാത്ത ഒരു ന്യായാധിപതി, ദുഷ്ടനായ ഒരു മനുഷ്യൻ. ആ രാജാവിൻ്റെ അടുക്കിലേക്ക് ഒരു വിധവയായ സഹോദരി വന്നിട്ട് തൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ, എൻ്റെ അർത്ഥം തൻ്റെ വിഷയത്തിൻ്റെ മേലൊരു നീക്കുപോക്ക് ഉണ്ടാകണമെന്ന് ഈ വിധവയായ സഹോദരി വന്ന് അപേക്ഷിക്കുകയാണ്. കുറേ കാലം പുറകെ നടന്നിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, ഈ മനുഷ്യൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ സഹോദരിക്ക് എന്നാൽ പിന്നെ വേറെ ഒരു വഴി നോക്കിയാൽ പോരെ? കർത്താവ് ഈ ഉപമ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, എന്തിനാണ് ഈ ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യനെ പേടിയില്ലാത്ത ഈ ന്യായാധിപതി അടുക്കൽ തന്നെ വരാൻ കാരണമെന്ന് ആ സഹോദരിയോട് ചോദിച്ചാൽ ആ സഹോദരി പറയും, ഈ വ്യക്തിയിലൂടെ മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ കിട്ടത്തുള്ളൂ. അതിൻ്റെ അർത്ഥം വേറെ ഓപ്ഷൻ എനിക്കില്ല, എനിക്കൊരു ഓപ്ഷൻ ഇല്ല. എനിക്ക് ഈ ദുഷ്ടനായ ഈ മനുഷ്യൻ്റെ അടുക്കൽ നിന്നല്ലാതെ വേറൊരു സ്ഥലത്തൊന്നും നീതി ലഭിക്കത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? പെരയ്ക്കകത്തിരുന്നാൽ ഒന്നും നടക്കത്തില്ല. എല്ലാ ദിവസവും വന്ന് ഈ വ്യക്തിയുടെ അടുക്ക വന്ന് ഈ കാര്യം ശരിയാക്കി തരണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മനുഷ്യനാണെങ്കിൽ ഒരു മൈൻഡും ഇല്ല. കുറേ കഴിഞ്ഞപ്പം 5-ാം വാക്യം നോക്കിക്കേ, എങ്കിലും വിധവ അയാളെ അസഖ്യപ്പെടുത്തിയത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അവസാനം എന്ത് ചെയ്തു? ഈ പുള്ളിക്കാരിയുടെ വരവ് സഹിക്കാൻ വയ്യാതെ മടുത്തിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ കാര്യം ശരിയാക്കി കൊടുത്തു. അപ്പം വിധവയ്ക്ക് മനസ്സിലായി, ഈ വ്യക്തിയുടെ അടുക്കൽ നിന്നല്ലാതെ എനിക്ക് രക്ഷയില്ല, ഈ വ്യക്തിയിൽ നിന്നല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇയാൾ ദുഷ്ടനാണെന്നറിയാം, ഇയാൾക്കൊരു ദൈവത്തെയും പേടിയില്ല, മനുഷ്യനെയും പേടിയില്ലാത്ത ആളെന്ന് അറിയാം. എന്നിട്ടും ഈ സഹോദരി പുറകെ നടക്കുക. എൻ്റെ കാരണം ഈ വ്യക്തിയിലല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ, അടുത്ത വാക്യത്തിൽ നോക്കിക്കേ, അനീതിയുള്ള ന്യായാധിപതി പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാർക്ക് വേണ്ടി തൻ്റെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകിയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കണം, പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം ദുഷ്ടനല്ല ദൈവം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും തൻ്റെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ പൂർണ്ണമായും എന്തു ചെയ്യും? അവർക്ക് പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവം. അപ്പോൾ നിങ്ങൾ ഈ വചനം പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ദൈവം എന്തായാലും നമുക്ക് വചനത്തിലൂടെ ഉറപ്പ് തന്നിട്ടുണ്ട്, ഞാൻ എന്തു ചെയ്യും? ആ കാര്യത്തിൻ്റെ മേൽ പ്രവർത്തിക്കും. ഒന്ന്, ദൈവം വാക്ക് മാറത്തില്ല. അപ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം. ദൈവസന്നിധിയിൽ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് വാക്ക് മാറാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങളുടെ വിഷയം റെഡിയാകും. അപ്പോൾ ബ്രദറെ, ഞാൻ എത്ര നേരം ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലേക്ക് വന്നില്ലേ?
ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ അകത്ത് പല ചിന്തകളും പല കാര്യങ്ങളും പല ഭാരങ്ങളും പല ഭയങ്ങളും പല ആകുലതകളും ഒക്കെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഉറപ്പ് കൂടുതലാണ്. നമ്മുടെ വിഷയം മാറത്തില്ല എന്നുള്ള ഉറപ്പ് കൂടുമ്പോഴാണ് ഈ ഭയവും ഭാരവും വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഈ ഭാരവും ഭയവും ടെൻഷനും ആകുലതയും വചനം പറയുമ്പോൾ കൂടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ, നിങ്ങളുടെ ഉള്ളിൽ അടിത്തട്ടിൽ കിടന്ന ഉറപ്പ് എവിടെയോ അതിന് ഷെയ്ക്ക് ആകുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വചനം എവിടെയോ പോയി കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നാ സംഭവിക്കുന്നറിയാവോ, ഇത് പൊങ്ങി വരുമ്പം, ഈ ഭയവും ഭാരവും ഒക്കെ പൊങ്ങി വരുമ്പോൾ നമ്മൾ കരഞ്ഞു കൂകി എന്ത് ചെയ്യുന്നറിയാവോ, ആ കട്ടിലോട്ടങ്ങ് കിടക്കും. ഞാൻ ഇത്രയും വചനം പറഞ്ഞിട്ട് പോലും എനിക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ. നമ്മൾ അവിടെ കൊണ്ട് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ വചനവും പറയത്തില്ല, ഒന്നുമില്ല, കർത്താവിനോട് പിണങ്ങി നമ്മളങ്ങ് പോകും. അവിടെ എന്താ സംഭവിക്കുന്നറിയാവോ, പിന്നെ ഒരു സമാധാനമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ വലിയ കുഴപ്പമില്ല, പിന്നെ കുറച്ച് നമുക്ക് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആകും. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ, ഇനി നിങ്ങൾ വചനം പറയണ്ട എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെയും നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നാ സംഭവിക്കും? പിന്നെയും വചനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന ഉറപ്പിന് ഇളക്കം തട്ടും. ഈ ഉറപ്പിന് ഇളക്കം തട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ഉറപ്പ് മാറിയിട്ട് ദൈവത്തിൻ്റെ അകത്തുള്ള ഉറപ്പ് പ്രവേശിക്കുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ഉറപ്പ് നിങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ബൈബിൾ പറയുന്ന വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ആ വചനത്തിൽ പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കിക്കേ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ആമേൻ എന്നത്രേ, അവനിൽ ഊവെന്നത്രേ. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമാറ് ഞങ്ങൾ തിരിച്ചെന്ത് ചെയ്യും, ഞങ്ങൾ തിരിച്ച് ആമേൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആമേൻ എന്ന് തിരിച്ചു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. എങ്ങനെ തന്നെയാണ്? ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എന്ത് പറയുന്നോ അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ചുമ്മാ പറയരുത്. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ രണ്ട് കാര്യം ഓർത്തോണം. ഞാൻ ഈ വചനം പറയാൻ തുടങ്ങുമ്പം മുതൽ ഈ വചനം ദൈവമാണ്. ഈ വചനത്തിലൂടെ ദൈവം എൻ്റെ വിഷയത്തിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനം എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എൻ്റെ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. ഞാൻ ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉറപ്പ് വിഷയത്തിൻ്റെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ നിങ്ങളോട് പറയാറില്ല, നിങ്ങൾ എന്തുവാ പ്രാർത്ഥിക്കുന്നതെന്ന് എപ്പോഴും പരിശോധിക്കണം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഇതൊന്ന് ശരിയാകണം. ഞാൻ നിങ്ങൾക്കൊരു വാക്യം ഒന്നെടുക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഇന്നത്തെ ഒരു ചിന്തയ്ക്കാണ് എടുക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55 അധ്യായത്തിൻ്റെ 11 വാക്യം ഞാൻ നിങ്ങളിന്ന് കേൾപ്പിക്കാം. യെശയ്യാവ് 55:11. ഇവിടെ നോക്കി, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് എൻ്റേതായിരിക്കും. അത് വെറുതെ എന്തെങ്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് സാധിപ്പിച്ച് ഞാൻ അയച്ച കാര്യം, എനിക്കിഷ്ടമുള്ളത് നിവർത്തിച്ച് ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കും. ശ്രദ്ധിച്ച്, വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണോ ആ വചനത്തിൻ്റെ പദ്ധതി അത് സാധിപ്പിക്കുക തന്നെ ചെയ്യും. ശ്രദ്ധിച്ചു നോക്കി, സാധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ വചനം അയക്കണം, വചനം പറഞ്ഞ് അയക്കണം. വചനം അയക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നറിയാവോ, ആ വചനം അയച്ച കാര്യം സാധിപ്പിക്കും. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൻ്റെ മറുപടിയായ വചനം, ആ വചനം അത് സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ വചനവും കൂടെ പറയുമ്പോൾ ആ വചനം അയച്ച് അവിടെ എന്ത് ചെയ്യും? ആ കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, സാധിപ്പിച്ചു തരും. എന്താണ് ഈ സാധിപ്പിച്ച് നടത്തുക എന്നതിൻ്റെ അർത്ഥം എന്തുവാ? സാധിപ്പിച്ചു തരുക എന്ന് പറഞ്ഞാൽ സാധിപ്പിച്ചു തരിക എന്ന് പറഞ്ഞാൽ ദൈവം എന്താണ് ഉദ്ദേശിച്ചത് അത് നടത്തി തരും. ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ നടക്കത്തുള്ളതിൻ്റെ അർത്ഥം. ആ കാര്യത്തെ അവിടെ സാധിപ്പിക്കും, അവിടെ നിവർത്തിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വായിൽ നിന്നും പുറപ്പെടണം.
ഇത് ദൈവത്തിന്റെ വായിന്ന് പുറപ്പെട്ട വചനം ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? എൻ്റെ ബൈബിളിൽ ഇരിക്കുക. ഇത് എൻ്റെ നാവിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ ഈ വചനത്തെ അയക്കണം. ഞാൻ ഈ വചനത്തെ അയക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? ഇത് അതിൻ്റെ കാര്യത്തെ സാധിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇത് സാധിപ്പിക്കും. നമുക്കറിയാം എസെക്കിയേലിനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, നീ അസ്ഥി താഴ്വരയെ നോക്കി പ്രവചിക്കുക. എന്താ പ്രവചിക്കേണ്ടത്? യഹോവയുടെ വചനം പറയുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ വചനം പറയുക എന്ന് പറഞ്ഞാൽ അത് പ്രവചിക്കുകയാണ്. എന്താണ് ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ? എന്താ പ്രവചനം? പ്രവചനം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? എന്താണ് പ്രവചനം? സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത്. കാര്യത്തെ കുറിച്ച് മുൻകൂട്ടി പറയുന്നത്. ഇനി ശ്രദ്ധിച്ചോണം. എന്താണ് പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യമാണ് പ്രവചനം എന്ന് പറയുന്നത്, അല്ലേ? ഭാവിയിൽ എന്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നോ ആ കാര്യത്തെ പറയുന്നതാണ് പ്രവചനം. ഇനി ശ്രദ്ധിച്ചോണം. ഇനി ഞാൻ ആ വാക്കിനെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇനി നിങ്ങളൊരു വചനം പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു വ്യക്തി ഒരു വചനം പറയുമ്പോൾ അപ്പോൾ ദൈവം ഒന്ന് വാക്ക് മാറത്തില്ല. 2, നിങ്ങൾ ആ വചനം എടുത്ത് സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് പെട്ടെന്ന് എസെക്കിയേലിന്റെ അടുക്കലേക്ക് ഒന്ന് പോവാം. യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. നമുക്ക് ആ വാക്കിന് പെട്ടെന്ന് ഓടിച്ചങ്ങ് പോവാണ്. അവനെ അവരുടെ ഒരു ദർശനം കാണുകയാണ്. ദർശനത്തിൽ ഇങ്ങനെയാണ്, താഴ്വരയുടെ നടുവിൽ നിർത്തിയിരിക്കുന്നു, അസ്ഥികൾ നിറഞ്ഞിരിക്കുന്നു. അവൻ അവയുടെ ഇടയിലേക്ക് ചുറ്റി നടക്കുന്നത് കണ്ടു. ഉടനെ ദൈവം ചോദിക്കുകയാണ്, ദൈവം എസെക്കിയേലിനോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. നമ്മളോട് ചോദിക്കുവാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? എന്നോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ വിഷയം മാറുമോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ അസ്ഥികൾ ജീവിക്കുമോ? അടുത്ത വാക്യത്തിൽ പറയുന്നത്, യഹോവ കർത്താവേ നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞു. അവനോട് കൽപ്പിച്ചത്, ഈ അസ്ഥിയെ നോക്കി പ്രവചിച്ച് അവയോട് പറയേണ്ടത്. അപ്പൊ അസ്ഥിയെ നോക്കിയിട്ട് എന്താ പ്രവചിക്കേണ്ടത്? ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. അപ്പൊ എന്താണ് ഇവിടെ പ്രവചനം? അപ്പൊ വചനം ഒരു പ്രവചനമാണ്. ശ്രദ്ധിച്ചോണം. ഉണങ്ങിയ അസ്ഥിയെ നോക്കിയിട്ട് എന്താ നീ പ്രവചിക്കേണ്ടത്? യഹോവയുടെ വചനം. അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ പ്രവചനമാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്നു. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല, പക്ഷെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? നിങ്ങളിപ്പോൾ പറയുകയാണ്, എൻ്റെ കൊച്ചിൻ്റെ വിഷയം ഒന്നും ശരിയാകുന്നില്ല, അതാണ് മൊത്തം ബ്ലോക്കാണ്, അവൻ്റെ ഫ്യൂച്ചർ എന്താ എനിക്കറിയത്തില്ല ബ്രദറെ, അവൻ്റെ ഭാവി എന്നാന്ന് എനിക്ക് അറിയത്തുപോലുമില്ല, എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എന്താന്ന് എനിക്ക് അറിയത്തുപോലുമില്ല, എനിക്കറിയത്തില്ല എൻ്റെ ഭാവി എന്താകുമെന്ന്. ഞാൻ പറഞ്ഞു തരട്ടെ എന്താ ഭാവി എന്ന്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് ബൈബിൾ തുറക്കുക. യഹോവയുടെ വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ഫ്യൂച്ചർ. മക്കൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുന്ന വചനമുണ്ടെങ്കിൽ അവൻ്റെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന പ്രവചനമാണ് ഈ വചനം. അപ്പൊ നിങ്ങൾ ഈ പ്രവചനം പറയുന്നില്ലെങ്കിലോ ഇത് സംഭവിക്കത്തില്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, എസെക്കിയേലിനോട് പറയുകയാണ്, ഈ ഉണങ്ങിയ അസ്ഥിയെ നോക്കി യഹോവയുടെ വചനം കേൾപ്പിൻ. അപ്പൊ എന്താ പ്രവചിച്ചു പറയേണ്ടത്? യഹോവയുടെ വചനം. അപ്പോൾ വചനം ഒരു പ്രവചനമായിട്ടാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത്, ഭാവിയിൽ സംഭവിക്കുവാൻ വേണ്ടി പോകുന്നത്. ഇനി നോക്കിയേ, യഹോവയ കർത്താവേ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തുന്നു. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകളെയും മാംസങ്ങളെയും ത്വക്കുകളെയും പൊതിഞ്ഞു. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളിൽ ശ്വാസം വരുത്തുമെന്ന് യഹോവ എന്ന് നീ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പൊ എന്താ പ്രവചനം? ഈ വചനങ്ങൾ മൊത്തം, യഹോവ പറഞ്ഞ വചനങ്ങൾ മൊത്തം എസെക്കിയേൽ എന്ത് ചെയ്തു പറഞ്ഞു. ഇതൊരു ദർശനമാകട്ടോ, റിയലായിട്ട് സംഭവിക്കുന്നതല്ല. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണെങ്കിൽ പോലും ഇവിടെ പറയുകയാണ്, ഈ വചനം പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? അസ്ഥിയോട് ചേർന്നു. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ അസ്ഥി കൂമ്പാരമായി കിടന്നതിന്റെ മേൽ ഭാവിയിൽ, അതായത് മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഫ്യൂച്ചർ എന്താ വിളിച്ചു പറഞ്ഞത്? വചനം. അപ്പോൾ വചനം പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഫ്യൂച്ചറിൽ എന്താണോ സംഭവിക്കേണ്ടത് അത് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വചനം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ അവിടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ട് പോകുന്ന ആ കാര്യത്തെ ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ദൈവവചനത്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ തുടക്കത്തിലെ ആ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേട്ട ആ സഹോദരി പറഞ്ഞു, 3 വർഷമായിട്ട് ദൈവാത്മ വെളിപ്പെടുത്തിയതാണ് ആ ആലോചന.
കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദന അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് തൊടുന്നു എന്ന് പറയും. ഒത്തിരി സാക്ഷ്യം പറയുന്ന ആൾക്കാർ വന്നു. എത്ര പേര് ആ സഹോദരി ആദ്യം പറഞ്ഞ സാക്ഷ്യം 3 വർഷമായിട്ട് എനിക്ക് വേദനയായിരുന്നു, ഇപ്പോൾ അത് മാറിയെന്ന് പറഞ്ഞ് എത്ര പേര് കേട്ടു? കേട്ടു. ഞാൻ ആ സഹോദരി ഇപ്പോൾ ചോദിക്കുന്നില്ല, ലാസ്റ്റ് ഞാൻ ചോദിക്കാം. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കി, 3 വർഷമായിട്ടുള്ള വേദനയായിരുന്നു, 4-ാം വർഷത്തോട്ട് കിടക്കാൻ വേണ്ടി പോകുന്നു, 5-ാം വർഷം വേദന, 6-ാം വർഷം വേദന, കുറേ കഴിയുമ്പോഴേക്കും കാല് കുത്താൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ആ വേദന വർദ്ധിക്കും. ഇതാണ് ഫ്യൂച്ചർ അല്ലേ? 3 വർഷമായിട്ട് ആ വേദന ഉണ്ടെങ്കിൽ 4-ാം വർഷവും വേദനയാണ്, 5-ാം വർഷം വേദനയാണ്. ഇതാണ് ഫ്യൂച്ചർ. പക്ഷെ നമ്മൾ ആ ഫ്യൂച്ചറിനെ ബ്രേക്ക് ചെയ്തു. 3 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയെ യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നെന്ന വചനം കൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പം ആ സഹോദരിക്ക് എന്ത് ലഭിച്ചു? പറ, ഇപ്പം ആ സഹോദരി എന്നാ പറഞ്ഞത്? സ്തോത്രം. അപ്പൊ എനിക്ക് സൗഖ്യം വന്നു എന്ന് നിമിഷം 1-2-3 സെക്കൻഡുള്ള വെറും ഒരു പ്രഖ്യാപനം മാത്രം വരുന്നത്. എത്ര നേരം എടുത്തു ആ പ്രാർത്ഥിക്കാൻ വേണ്ടി? ആ വചനം ജസ്റ്റ് പറഞ്ഞു, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു, ഇപ്പോൾ സൗഖ്യം നടക്കുമെന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് 3 വർഷമായിട്ട് ആ സഹോദരി പറഞ്ഞില്ല, ഞെക്കിയൊക്കെ നോക്കി വേദന ഉണ്ടോ എന്നില്ല. ആ നിമിഷം ആ വേദന വിട്ടുമറി. ഞാൻ ആ സാക്ഷി എടുത്ത് പറയുന്നതിൻ്റെ കാരണം ആ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ നമ്മൾ ബ്രേക്ക് ചെയ്തു. എങ്ങനെ ബ്രേക്ക് ചെയ്തു? വചനം അയച്ച് ബ്രേക്ക് ചെയ്തിട്ട് വചനം കൊണ്ടൊരു ഫ്യൂച്ചർ. ഇനിയിപ്പം ആ സഹോദരി നടക്കുന്നത് എങ്ങനെയാ? വേദന ഉള്ളവളായിട്ടാണോ? അല്ല. പിന്നെ എന്നാ നടക്കുന്നത്? ഇനി വേദന ഇല്ലാത്തവളായിട്ട് നടക്കും. എന്താ അവിടെ സംഭവിച്ചത്? ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഫ്യൂച്ചറിനെ ബ്രേക്ക് ചെയ്തിട്ട് ദൈവവചനത്താൽ പുതിയൊരു ഫ്യൂച്ചർ അവിടെ കൊണ്ടുപോയി വെച്ചു. പുതിയൊരു ഭാവി അവിടെ ക്രിയേറ്റ് ചെയ്തതാണ് ഇപ്പം സംഭവിച്ചത്. ഇത് തന്നെയാണ് നിങ്ങൾ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയോ നിങ്ങൾക്ക് വേണ്ടിയോ ആർക്കു വേണ്ടിയോ ആ വചനം പറയുമ്പോൾ നിങ്ങൾ പ്രവചിക്കുകയാണ്. ഇപ്പോൾ ആ വ്യക്തി പൊക്കോണ്ടിരിക്കുന്ന വിഷയത്തെ നിങ്ങൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്തിട്ട് വചനം കൊണ്ട് പുതിയൊരു ഭാവിയെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് വിശ്വാസികൾ. ഇപ്പം ഇത്രയും മനസ്സിലായോ? ഇതാണ് വിശ്വാസിയുടെ പ്രത്യേകത. ഇത് വിശ്വാസിക്ക് മാത്രമേ ഇത് കഴിയത്തുള്ളൂ. നിങ്ങൾക്കൊരു വ്യക്തിയുടെ ഭാവിയെ എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മരണത്തിൻ്റെ വക്കിൽ നമ്മൾ ഇന്നാളൊരു സാക്ഷ്യം കണ്ടില്ല, വെന്റിലേറ്ററിൽ കിടന്ന ഒരു വ്യക്തി, ഡോക്ടർ പറഞ്ഞു എല്ലാവരെയും അറിയിച്ചോ, ഇനിയിപ്പം ഒന്നും ചെയ്യാനൊന്നുമില്ല, എല്ലാവരും അറിയിക്കാൻ പറഞ്ഞു. ഉടനെ നമ്മളെ വിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം, ആള് എന്ത് ചെയ്താൽ പോവാ, മരിക്കാൻ വേണ്ടി പോവാ, ഒന്നും ചെയ്യാൻ. ഡോക്ടർ പറഞ്ഞു എല്ലാവരും അറിയിച്ചു, ഇനി ഡോക്ടർക്കൊന്നും ചെയ്യാൻ വേണ്ടിയില്ല, വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാ, അതായത് ഡെഡ് ബോഡി ഇനി കൊണ്ടുപോകാൻ അങ്ങനെ രീതിയിലോട്ട് പോവാ, ഇനി അത് ഊരിയാൽ അത് ഓഫ് ചെയ്താൽ ആൾ പോവാ. നമുക്കറിയാം വെന്റിലേറ്റർ കിടക്കുന്ന രോഗികൾ അറിയാം. പ്രാർത്ഥനയ്ക്ക് ശേഷം ഡോക്ടർ വെന്റിലേറ്റർ ഓഫ് ചെയ്തു, നേരെ മോർച്ചറിലോട്ടല്ല കൊണ്ടുപോയത്. ഡോക്ടർ അത്ഭുതപ്പെട്ടു, നേരെ അവിടുന്ന് വെന്റിലേറ്ററിൽ നിന്ന് വാർഡിലോട്ട് മാറ്റാൻ ഇടയായി തീർന്നു. അപ്പം എന്താ അവിടെ സംഭവിച്ചത്? മരണത്തിലേക്ക് പൊക്കോണ്ടിരുന്ന ഫ്യൂച്ചറിനെ ബ്രേക്ക് ചെയ്ത് വചനത്താൽ ജീവനിലേക്ക് എന്ത് ചെയ്തു? ഫ്യൂച്ചർ മാറ്റിവിട്ടു. ഇതാണ് വചനത്തിൻ്റെ ശക്തി. ഇതൊരു പ്രവചനമാണ്. വചനം ഒരു ഏറ്റവും വലിയ പ്രവചനം, ഞാൻ പറയത്തില്ലേ, വചനമാണ്. നമ്മളോടിപ്പോൾ സംസാരിക്കുന്ന എല്ലാ പ്രവചനങ്ങൾക്കും മീതെ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രവചനമാണ് ദൈവത്തിൻ്റെ വചനം. ഈ പ്രവചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള എന്താ പറയുന്ന കൃപാവരങ്ങളിലുള്ള പ്രവചനങ്ങൾ വരുന്നത്. ആമേൻ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ എസെക്കിയേൽ എന്ത് ചെയ്യുകയാണ്? എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ശ്രദ്ധിച്ച്, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ എസെക്കിയേൽ എന്താ പ്രവചിച്ചത്? പറ, എന്താ പ്രവചിച്ചത്? അല്ലല്ല, ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, ഈസി ആയിട്ട്. ദൈവത്തിന്റെ വചനം. എസെക്കിയേൽ ദൈവത്തിന്റെ വചനം പ്രവചിക്കുകയായിരുന്നു. അപ്പോൾ വചനം പ്രവചനമാണ്. ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ നാവിലെടുത്ത് പറയാൻ തുടങ്ങിയാൽ അത് പ്രവചനമാണ്. നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി ആ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ നോക്കി പ്രവചിക്കുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നറിയാവോ? ഇപ്പോൾ ആ വ്യക്തി പൊക്കോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം അവിടെ ബ്രേക്ക് ആയിട്ട് അവിടെ പുതിയൊരു ഭാവി തുറക്കുന്ന പരിപാടിയാണ് വചനം അയക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ധൈര്യമായില്ലേ? ഇപ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ശക്തിയായില്ലേ? ഹല്ലേലൂയ. ഇതാണ് വചനത്തിൻ്റെ ശക്തി. അല്ലാതെ എല്ലാ ദിവസവും മുട്ടയിരുന്നുകൊണ്ട് ചുമ്മാ വചനം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പലരും വെറുതെ വചനം പറയും. ഇത് പറയുന്നതിൻ്റെയൊക്കെ അർത്ഥവും നടക്കുന്ന സംഭവമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ വചനം പറയാൻ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ്വെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്? ഞങ്ങൾ ആമേൻ എന്ന് പറയുകയാണ് അങ്ങോട്ട്.
ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരോ, തകർച്ചയിലൂടെ കടന്നു പോകുന്നവരോ, ഇന്ന് ദാരിദ്ര്യത്തിലോ ഞെരുക്കത്തിലോ കടന്നു പോകുന്നവർ, എൻ്റെ കൂടെ നമ്മളിന്ന് പൊക്കോണ്ടിരിക്കുന്ന ദുഃഖകരമായ അവസ്ഥകളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോവാം. പുതിയൊരു ഭാവി ക്രിസ്തുവിൽ തുറക്കാൻ വേണ്ടി എല്ലാവരും വചനം എന്ന വാക്കെടുത്തൊന്ന് പ്രവചിക്കാൻ തുടങ്ങി. വചനമെടുത്തൊന്ന് പ്രവചിക്കാൻ തുടങ്ങി. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ച് ആ മുഴകൾ ഇന്ന് അപ്രതീക്ഷമാകാൻ വേണ്ടി പോവുക. രോഗശക്തികൾ വിട്ടുമാറാൻ വേണ്ടി പോവുക. രോഗത്തിൻ്റെ ദുരാത്മാക്കൾ നിങ്ങളെ വിട്ട് മാറാൻ പോവുക. ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച മുഴകൾ മാറുന്നു. കഴുത്തുകൾക്ക് തിരിക്കാൻ പോലും കഴിയാത്ത ചില വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും വെളിപ്പെടുകയാണ്. മരണത്തിൻ്റെ ശക്തികൾ വിട്ടുമാറുകയാണ്. ജീവൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുകയാണ്. ഇപ്പോൾ കൈവച്ചെടുത്ത് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ വടി കുത്തിപ്പിടിച്ച് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്ന ചിലർ ഇനി സ്റ്റിക്കില്ലാതെ നടക്കാൻ വേണ്ടി പോവുക. ആ കാലുകളുടെ മേലേക്ക് ബലം വ്യാപരിക്കാൻ വേണ്ടി പോവുക. അത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുക. ഇനി അതല്ല ഭാവി. യേശുവിൻ്റെ മുറിവിനാലുള്ള സൗഖ്യമാണ് ഭാവി. എൻ്റെ കൂടെ ഇന്ന് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യം എനിക്കുണ്ട്. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സൗഖ്യമാകുകയാണ്. ഇപ്പോൾ തന്നെ വേദനയുള്ള ഭാഗങ്ങളിൽ നിന്ന് വേദനകൾ വിട്ടുമാറുകയാണ്. രോഗാത്മാക്കൾ വിട്ടുമാറുകയാണ്. രോഗശക്തികൾ വിട്ടുമാറുകയാണ്. ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോവാണ്, പൂർണ്ണ സൗഖ്യം ലഭിച്ചവർ ഒന്ന് ചെക്ക് ചെയ്ത്, ആ ശരീരത്തിന് മേലെ ഒന്ന് ചെക്ക് ചെയ്ത്, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് ആ വേദന വിട്ടുമാറിയവർ ഇപ്പോൾ തന്നെ പറഞ്ഞ് ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ അതോടൊപ്പം തന്നെ ഞാനൊരു ലെറ്റർ, ഇങ്ങനെ പൊട്ടിച്ച ലെറ്റർ ഞാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഈ നീല മഷി കൊണ്ട് വെള്ള പേപ്പറെ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ലെറ്റർ ഞാൻ കാണുകയാണ്. അത് ഓൾറെഡി പൊട്ടിച്ചിട്ട് അതൊരു കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന കണ്ണാടി തൂക്കിയിട്ട കണ്ണാടിയല്ല, കണ്ണാടി വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു മേശ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് കണ്ണാടി ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു തട്ടുള്ളൊരു ഭാഗമാണ് ഞാൻ കാണുന്നത്. അതിലേക്ക് ഈ പൊട്ടിച്ച ലെറ്റർ വെച്ചിട്ടുണ്ട്. ആ ലെറ്ററുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു വാക്ക് പറയുകയാണ്, ഭാരപ്പെടേണ്ട, ദൈവം ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. ഭാരപ്പെടേണ്ട, ആ വിഷയം ഓർത്തിന് കരയണ്ട. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാണ്. ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അതിപ്പോൾ എടുത്ത് കൈയൊന്ന് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമാകാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കടഭാരമായിക്കോട്ടെ ഞെരുക്കമായിക്കോട്ടെ അതിനോടൊന്ന് കൽപ്പിച്ച്, നിനക്കെൻ്റെ മേൽ അവകാശമില്ല. ഞാനൊരു വിളിപ്പേര് കർത്താവിനെ കാണിക്കുന്നത്, ഒഫീഷ്യലായിട്ടുള്ള പേര് എനിക്കറിയത്തില്ല. മിന്നു എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേരാണോ ഒഫീഷ്യൽ എനിക്കറിയത്തില്ല. പേരുകാരൻ എൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ വരികയാണ്. മിന്നു എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേര് ഞാൻ കാണുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഇന്ന് ആ വ്യക്തിയെ സ്പർശിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടത്, വേഗത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ വ്യക്തിയുള്ള കുടുംബത്തിൻ്റെ മേൽ ദൈവാത്മാവോട് പറയുന്നു, ആ കുടുംബത്തിൻ്റെ അവസ്ഥകൾക്കകത്തൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി പോവാണ്. ഒത്തിരി വെല്ലുവിളികൾ ഉള്ള ഒരു ഭവനമാണ്. പക്ഷേ കർത്താവ് ഇന്ന് അതിൻ്റെ അകത്ത് നോക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് ഒരുക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ്, അത് പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. അനിയത്തിൻ്റെ മോള ഇപ്പൊ പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു അടയാളം കർത്താവിനോട് പറയുകയാണ്. അടയാളം എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്മുടെ ഈ ബദാം എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ ബദാം ഉണ്ടല്ലോ, പാക്കറ്റ് വരുന്ന ബദാമല്ല, ബദാമിൻ്റെ മരം നിൽക്കുന്ന ഒരു വീടാണ് കർത്താവിനെ കാണിച്ചത്. ഈ പറഞ്ഞ ഇപ്പം എല്ലാവർക്കും ആ പേര് വന്നെങ്കിൽ ബദാമിൻ്റെ മരം നിൽക്കുന്ന ഒരു ഭവനമുള്ള ഒരു പറമ്പുള്ള ഒരു വീടാണ് കർത്താവിനെ കാണിക്കുന്നത്.
ആ ഒരു ഭവനത്തിലെ മകളെയാണ് കർത്താവ് തൊടുന്നാട്ട് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ ഭവനത്തെ സ്പർശിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഒരു ഷാരോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ഷാരോണിനെ ദൈവം തൊടുന്നാട്ട് പറയുന്നു. അവൻ്റെ ഭാവിക്ക് വിരോധമായി നിന്നതിനെല്ലാം ദൈവം എടുത്തു മാറ്റി എന്നെ കർത്താവ് കാണിക്കുന്ന വലിയൊരു യാത്ര ആ ഭവനത്തിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഷാരോണിൻ്റെ ഭവനത്തിൽ നിന്നും ദൈവം ഒരു യാത്ര. ആരാത്? എന്റെ മകനാണ് ബ്രദറെ ഷാരോൺ. ഏറ്റെടുത്ത ദിവസത്തെ കർത്താവ് ഇന്ന് വലിയൊരു യാത്രയ്ക്ക് വേണ്ടി, എനിക്കറിയത്തില്ല, ഒരു യാത്ര കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ മകനൊരു യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് വേദനകൾ മാറി വരുന്ന ചെക്ക് ചെയ്ത് പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. ആശ്വാസം മാത്രമല്ല, പൂർണ്ണ സൗഖ്യമാണ്. ചെക്ക് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ നമ്മൾ ചോദിക്കും, വേദനകൾ വിട്ടു മാറി വരുന്ന ചെക്ക് ചെയ്ത് ഇപ്പോൾ ആ സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവിക ആലോചനകൾ ഏറ്റെടുത്തു യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സംഗീത് എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുകയാണ്. സംഗീത്, അതിനെ കർത്താവ് സ്പർശിക്കുന്നു. ആ പേര് സംഗീത് എന്നാണ് ഞാൻ കേൾക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവെ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് അത്ഭുതത്തിൻ്റെ പ്രവൃത്തിയാണപ്പ. ഓരോ വ്യക്തികളെ ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് ഇന്ന് തൊടുന്നല്ലപ്പ. കർത്താവ് ഇന്ന് അവർ അവസ്ഥകൾക്കകത്ത് വലിയ വ്യത്യാസങ്ങളെ കൊണ്ടിരുന്നല്ലോ അപ്പ. യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഭവനത്തിൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറി നമ്മളിപ്പോൾ ആ വീടിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഈ ചെറിയ റെഡ് എന്ന് പറയുന്നൊരു കളറുണ്ടല്ലോ, ചെറിയ റെഡ് എന്ന് പറയുന്ന കളറ്, ആ റെഡിലൊരു ഫ്രിഡ്ജ് വലതുവശത്തായിട്ട് തന്നെ കയറി വരുമ്പം വലത് കൈ ചൂണ്ടുന്നത് തന്നെ ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഫ്രിഡ്ജിലോട്ടാണ്. ആ ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. റൈറ്റ് സൈഡിൽ തന്നെ ഇരിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കർത്താവിനെ കാണിക്കുന്ന ആ ഭവനത്തിൽ 2 തലമുറകളുള്ള ഭവനമാണ്. ആ 2 തലമുറകളെയും കർത്താവ് തൊടുകയും ആ ദേശത്ത് തന്നെ കർത്താവിൻ്റെ സാക്ഷ്യമാക്കി മാറ്റുന്ന ഒരു കുടുംബമാക്കി ദൈവം അവിടെ മാറ്റാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നെ കർത്താവ് പറയുകയാണ്, ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് വരികയും ആ വ്യക്തി മുഖാന്തരം ഒരു നന്മയുടെ വാർത്ത കർത്താവ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്ന് കർത്താവ് പറയുന്നു. ആ ഭവനവുമായിട്ട് ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് എന്ന് പറയുകയാണ്, ഈ വ്യക്തിയുടെ പേര് കുറിച്ചിട്ടോണം. കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് ഉറപ്പിക്കുന്നപ്പോൾ അത് ആമേൻ പറഞ്ഞത് ഉറപ്പിച്ചോണം. കർത്താവ് വലിയ സാക്ഷ്യമാക്കി. പറഞ്ഞു മിസ്റ്റർ, പറഞ്ഞു. വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് ഇവിടെ. ആ വീട്ടിൽ നിന്ന് കയറി വരുമ്പോ തന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. അത് ഈ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന ഫ്രിഡ്ജാണത്. ഈ പറഞ്ഞ ആള് കർത്താവിനെ ഈ പറഞ്ഞ ആളെ കർത്താവ് എനിക്കിനെ വ്യക്തിയായിട്ട് ബന്ധമാണ് എനിക്ക് അറിയത്തില്ല. പക്ഷേ സുരേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് ഭവനത്തിലേക്ക് അയക്കുന്നതിനോട് പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഹലോ ബ്രദർ, ഫ്രണ്ടിൽ നിന്ന് ഹാളിൽ നിന്ന് ഹാളിൽ കൂടെ കയറി വരുമ്പോ വലത് സൈഡിൽ ഇരിക്കുന്ന അടഞ്ഞ റെഡ് കളർ ഫ്രിഡ്ജ് നമുക്കുണ്ട് ബ്രദർ. പിന്നെ വലത് സൈഡിലാണ് ഇരിക്കുന്നത്. പിന്നെ 2 തലമുറകൾ, അതും കറക്റ്റ് ആണ്. സുരേഷ് അത് മാത്രം അറിയില്ല. സുരേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അടയാളം കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റി കേട്ടോ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോട്ടെ കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ കർത്താവേ. ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് അവിടെ വെളിപ്പെടും. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ, ഇന്ന് കർത്താവിന്റെ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ഇപ്പം മൈക്ക് മ്യൂട്ട് ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കും. ഇന്ന് കേട്ട വചനം പോലെ നമ്മൾ വചനത്തെ പ്രവചനത്താലാക്കണം. ഇത് മറന്നുപോകല്. ഈ ആലോചന കേൾക്കുമ്പോൾ അത് മറന്നുപോകല്. ഇത് പ്രവർത്തിക്കുന്ന വിധങ്ങളെ തിരിച്ചറിഞ്ഞോണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പോൾ
യേശുവിൻ്റെ നാമത്തിൽ. ഞാനൊരു വ്യക്തിയെ കർത്താവിനെ എടുത്തു കാണിക്കുകയാണ്. ഈ വ്യക്തി ഈ ബാഗിൻ്റെ അകത്ത് ചെറിയൊരു ടോർച്ച് ലൈറ്റും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ എടുത്തു കാണിക്കുക. ഈ ടോർച്ച് ലൈറ്റ് കൊണ്ട് നടക്കുന്ന ഈ വ്യക്തിയുടെ ഈ ഒരു ബാഗിൻ്റെ അകത്ത് തന്നെ ഈ 2 വളകൾ കിടക്കുന്ന ഒരു ബാഗ് ഞാൻ കാണുക. ഈ ടോർച്ച് കൊണ്ട് നടക്കുന്ന ആളുടെ ഈ ബാഗിൻ്റെ അകത്ത് 2 വള കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു മകളുണ്ട്. ഈ മകളുടെ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അതായത് ബാഗിൻ്റെ അകത്ത് ടോർച്ചും 2 വളയും ഊരി വെച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് ഊരി വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. ഈ ബാഗിൻ്റെ അകത്ത് ഈ വള ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഞാൻ കാണുക. ഈ വ്യക്തിയുടെ മോളെ കർത്താവ് തൊടുന്നാട്ടിനുണ്ട്. കർത്താവ് പറയുന്നു ആ മോളുടെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഞാൻ കാണുന്ന ഒരു ലെറ്റർ ബോക്സിൽ അല്ലെങ്കിൽ ഒരു ലെറ്റർ പോലെ ഒരു വലിയൊരു സാക്ഷ്യം കർത്താവ് ആ വീട്ടിലേക്ക് വരുത്താൻ വേണ്ടി പോവാണ്. അത് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് വലിയ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് റിലീസ് ചെയ്യുന്നമ്മ. കർത്താവ് ഇന്ന് ആ നന്മ കണ്ട ഒരു തൃപ്തി വരട്ടെ, എല്ലാ ഭയങ്ങളും വിട്ടു മാറട്ടെ. എന്നെ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, വലിയൊരു ഭയപ്പാട് എപ്പോഴും മനസ്സിലുണ്ട്. പക്ഷെ ഇന്ന് ആ ഭയത്തിൽ നിന്നും മോചനം കർത്താവ് തരികയാണ്. ഇനി ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദൈവം ആ വിഷയത്തിൻ്റെ മേൽ കരുതിക്കോളും. ദൈവം ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്തോളും. ഞങ്ങളത് പ്രാർത്ഥിച്ച് ഇന്ന് റിലീസ് ചെയ്യുന്നു. ഒരുമനപ്പെട്ടതിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് അങ്ങ് തൊടുന്നല്ലോ അപ്പ. അത്ഭുതമായ കർത്താവ് അത് മാറ്റുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സാക്ഷ്യമാക്കി നന്ദി അപ്പ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരും ഈ ദിവസങ്ങളിൽ കടഭാരത്തിലോ ഞെരുക്കത്തിലോ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ എന്ന് പറഞ്ഞോണം. ഞാൻ അത്ഭുതം കാണാൻ വേണ്ടി പോവുകയാണ്. അത്ഭുത സാക്ഷ്യമാകുകയാണ്. ഞാൻ യേശു കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ഇപ്പോൾ ആരും മൈക്ക് മ്യൂട്ട് മാറ്റണ്ട. കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് വലിയ അത്ഭുതത്താൽ ദൈവം എന്നെ നിറയ്ക്കും. ഞാൻ തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സകലത്തിലും സൂക്ഷിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് സാക്ഷ്യം കേൾക്കാം. ഈ സമയത്ത് വേദനകൾ വിട്ടുമാറിയവർ, രോഗം വിട്ടുമാറിയവർ പറയാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവമുള്ളവർ, പൂർണ്ണ സൗഖ്യം ലഭിച്ചവർ, നിങ്ങൾക്ക് എത്ര സൗഖ്യം പറയുമ്പോൾ ഇപ്പോൾ സൗകര്യം ആദ്യം പറയല്ലോ 3 വർഷമാണ്, അത് എത്ര കാലം പഴക്കമുള്ളതെന്ന് പറയാൻ ഞാൻ പറയുന്നതിൻ്റെ കാരണം നിങ്ങളെപ്പോലെ ഒത്തിരി പേര് രോഗിയായിരിക്കുന്നവരുണ്ട്, ഇതേപോലെ ഭാരപ്പെട്ട് വർഷങ്ങളായിട്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ ബൈബിൾ പറഞ്ഞ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു. അവരുടെ വിശ്വാസത്തിനും അവർക്ക് യേശുവിലേക്ക് സൗഖ്യത്തിലേക്ക് വരുവാനൊരു മുഖാന്തരമാണ്. ഇപ്പോൾ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് വരാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകൾക്കുമായി വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർ കൊയ്യും. കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മുന്നോട്ട് കർത്താവ് വലിയ നന്മകളാൽ സ്വർഗ്ഗം വരെ നിറയ്ക്കുന്നു. എല്ലാ വഴികളും അവർ മുമ്പിൽ തുറന്നു വരട്ടെ. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സാക്ഷ്യമായിട്ട് അവരുടെ ജീവിതം മാറട്ടെ. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും നിങ്ങൾക്ക് സാക്ഷ്യം വേദന മാറി അത്ഭുതം നടന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് ചുരുക്കം വാക്കുകളിൽ പറയണമുള്ളവർ, നിങ്ങൾ ഒത്തിരി നീട്ടി പറയരുത്. അടുത്തുകളൊക്കെ ഒരു അവസരം കൊടുക്കണം. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്ക് 7 വർഷമായിട്ട് എനിക്ക് ഒപ്പൂറ്റി വേദനയായിരുന്നു. ഒരു സെക്കൻഡ്. 7 വർഷമായിട്ട് എന്തായിരുന്നു? എനിക്ക് 7 വർഷമായിട്ട് ഒപ്പൂറ്റി വേദന. അതിപ്പം ബ്രദറിന്റെ ഈ പ്രെയർ കേൾക്കുന്ന നാളെ മുതൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഓരോ വശത്ത് പ്രാർത്ഥിക്കുമ്പോഴും വേറൊരു വശമായിട്ട് ഇങ്ങനെ മാറിയും തിരിഞ്ഞും വേദനയാണ്. അപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വേറെ എനിക്ക് നടുവിന്റെ വേദന ബ്രദർ പ്രാർത്ഥിച്ച് മാറിയായിരുന്നു. അങ്ങനെ കുറെ വിടുതൽ കിട്ടി. പക്ഷെ ഇത് മാത്രം വരുന്നില്ല. അപ്പൊ ഞാൻ കർത്താവ് ഇതെന്താ എനിക്ക് വേദന മാറാത്തെ? അപ്പം ഈ തലേന്ന് രാത്രി കേട്ടാലും പിറ്റേന്ന് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, ഹെഡ്സെറ്റ് വെച്ച് കേട്ടോണ്ടിരിക്കും. അപ്പം ഇത് ഞാൻ ഇന്ന് രാവിലെ മുതൽ കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ ഇന്നലെ ഉച്ചയ്ക്കും ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇതെനിക്ക് മാറിയിട്ടേ ഉള്ളൂ എന്തായാലും എന്ന് ഞാൻ വചനമൊക്കെ വെച്ച് പ്രാർത്ഥിക്കും, എന്നും പ്രാർത്ഥിക്കും. പക്ഷെ ഇന്ന് ആ ബ്രദർ പറഞ്ഞ സമയത്ത് എൻ്റെ ശരീരത്തുനിന്ന് എന്തോ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് പോലെ എനിക്കത് ഫീൽ ചെയ്തു. എനിക്ക് അന്നേരം മുതൽ പറയാൻ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. എനിക്ക് പക്ഷെ മ്യൂട്ട് മാറ്റാനോ പറയാനോ തിരക്ക് കാരണം എനിക്ക് പറയാനോ പറ്റിയില്ല. 7 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുമായിരുന്നു ഈ വേദന. വലിയ സാക്ഷ്യമാണ്. 7 വർഷമായിട്ടുള്ള വേദന.
ബാക്കിലും ഈ കണ്ണിന്റെ സൈഡ് ഇടതുവശത്ത് വേദന വലതുവശത്ത് തന്നെ ബാക്കിൽ വേദന, എനിക്ക് നിൽക്കാൻ വയ്യ, അങ്ങനത്തെ നല്ല വേദനയായിരുന്നു. ഇപ്പം അത് പൂർണ്ണമായിട്ട് മാറി സിസ്റ്റർ ശരീരത്തിൽ നിന്ന്? പൂർണ്ണമായിട്ട് മാറി. എന്റെ എന്റെ ദേഹത്തു നിന്നൊരു ഭാരം ഒഴിഞ്ഞു പോയി. ഓ, അതുപോലെ ഇത് വലിയൊരു സാക്ഷിയോടെ നമ്മൾ വചനമായി ചിന്ത ചെയ്തു. 7 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു, 8ാം വർഷത്തിലേക്ക് അത് കിടക്കാൻ പോവായിരുന്നു. പക്ഷെ വചനം അയച്ചു, പ്രവചിച്ചു, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് സൗഖ്യത്തിന്റെ ഭാവിയിലേക്ക് തിരിച്ചുവിട്ടു. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് സിസ്റ്റർ പറഞ്ഞത് തുള്ളിച്ചാടി നോക്കിയെന്ന് പറഞ്ഞത്. പൂർണ്ണ സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദി, ദൈവത്തിന് ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. സിസ്റ്റർ എവിടെയാ, നാട് എവിടെയാ? പത്തനാപുരം. പത്തനാപുരം. കൊല്ലത്ത് മീറ്റിംഗിൽ ഒന്ന് പറയണം കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ബ്രദറിനെ വിളിച്ചിരുന്നു. ഞാൻ അതുപോലെ ഒരു ദുബായിലുള്ള ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് തലവേദന കൊണ്ട്, എനിക്ക് ആ ഭാരമൊക്കെ ബുദ്ധിമുട്ടുണ്ടായെന്നൊക്കെ ഞാൻ പറഞ്ഞതാ. ഞാന് അപ്പം എന്തായാലും സിസ്റ്ററെ, കൊല്ലത്ത് മീറ്റിങ്ങിൽ ഈ സാക്ഷ്യം പറയണം. അനേകർക്ക് വിശ്വാസം വർദ്ധിക്കുവാൻ കർത്താവ് ഇതിടയായിത്തീരും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ മ്യൂട്ട് ചെയ്യണേ. മറ്റാരെങ്കിലും ഉണ്ടോ? 73 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് തണ്ടൽ വേദനയായിട്ട് എന്നും വിളിച്ചു പറയായിരുന്നു. അപ്പൊ ആ അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഇല്ല, ബൈബിള് വായിക്കാനോ അങ്ങനെ ഒന്നുള്ള ഒരു അറിവുള്ള അമ്മയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ബ്രദറിന്റെ പ്രയറിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാറുന്നു. അമ്മ അതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുപോലെ മൂത്രം അറിയാതെ പോകുന്ന ഒരു അസുഖവും ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ദേവയാനി എന്നാണ് പേര്. ആ അമ്മ അപ്പൊ എന്നും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വരും, സൗഖ്യം വരും, സൗഖ്യം വരുമെന്ന് പ്രാർത്ഥിച്ച് ഇന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് സൗഖ്യം, പൂർണ്ണ സൗഖ്യം കിട്ടി മോളെ. തണ്ടലുമെന്ന് വേദന പോയി, ആ മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട് പോയി. ഇന്ന് ആ ബ്രദറിന്റെ പ്രയറിൽ മോള് സാക്ഷ്യം പറയണട്ടാ, അമ്മയ്ക്ക് സുഖപ്പെട്ടു എന്ന് പറയാൻ പറഞ്ഞെന്നെ ഏൽപ്പിച്ചു. ഓ, അത് വലിയൊരു സാക്ഷ്യമാണ്. 73 വയസ്സുള്ള അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് പറഞ്ഞ പോലെ എല്ലാ ബുദ്ധിമുട്ടുണ്ടായിരുന്ന, വേദന ഉണ്ടായിരുന്നു. പക്ഷെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇങ്ങനെ വേണം നിങ്ങൾ എല്ലാവർക്കും വചനം കൊടുക്കണം. അമ്മച്ചിക്ക് വചനം സിസ്റ്റർ പറഞ്ഞു കൊടുത്തു, എങ്ങനെയാണ് പറയണമെന്നുള്ളത് അയച്ചു കൊടുത്തു. അവരത് പറഞ്ഞു പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യം ഈ പ്രായത്തിലും കർത്താവ് തൊട്ടു. അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എനിക്ക് 2 വർഷമായിട്ട് ഈ കാലിന്റെ ഒപ്പൂറ്റി നിൽക്കാൻ ഒക്കത്തില്ല. ഇത് പറയാൻ ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് ജോലി ചെയ്യാനേ ഒക്കത്തില്ല. അങ്ങനെ ചെരുപ്പൊക്കെ ഒത്തിരി ജോഡി മാറി ഇട്ടൊക്കെ നോക്കിയിട്ടൊന്നും ഒരു മാറ്റം ഇല്ലായിരുന്നു ബ്രദറെ. ഇപ്പോഴും ബ്രദർ പ്രാവശ്യം ഒപ്പൂറ്റിയുടെ ആ കാലിന്റെ ആ ഞരമ്പിന് ഭയങ്കര വേദനയായിരുന്നു മേപ്പോട്ട്. ഇപ്പൊ തൊട്ടുകൊണ്ടിരിക്കുവാൻ തൊട്ട് നോക്കുവാൻ ബ്രദർ പ്രാർത്ഥിച്ചപ്പോ ഇപ്പൊ പൂർണ്ണ സൗഖ്യം ആയി ബ്രദറെ. ഓ, സ്വത്രം. ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ. 1 മിനിറ്റ്. സിസ്റ്റർ ചെരുപ്പ് വരെ മാറി നോക്കി, എന്നിട്ട് വേദന മാറിയില്ല. ആ ചെരുപ്പ് മാറി 3-4 ചെരുപ്പ് മാറിയിട്ട് ബ്രദറെ, എന്നിട്ടും വേദന ഇല്ലായിരുന്നു, മാറ്റമില്ലായിരുന്നു. വേദന മാറിയിട്ടില്ലായിരുന്നു. ആ കാലിന്റെ ആ ഞരമ്പ് മേപ്പോട്ട് ആ എല്ലിന് ഭയങ്കര ഇപ്പോഴും വേദനയായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ഇപ്പൊ തൊട്ട് നോക്കിയിട്ട് ഒരു വേദനയില്ല അവിടെ. ഓ, സ്വത്രം. കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി. സിസ്റ്റർ പറഞ്ഞ തന്നെ തൊട്ട് നോക്കുമ്പോൾ വേദന അറിയായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ച നിമിഷം, നമ്മൾ വചനം അയച്ച നിമിഷം, പ്രാർത്ഥിച്ചതിനേക്കാൾ ഉപരി വചനം അയച്ച് വിടുവിക്കുന്ന ദൈവത്തിന്റെ വചനം അയച്ചപ്പം അത്ഭുത സൗഖ്യം കർത്താവ് ചെയ്തു. ബുധനാഴ്ച നാട്ടിലേക്ക് ഇവിടുന്ന് കടന്നു പോവുകയാണ്. പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യാത്രയിലൊക്കെ കർത്താവിന്റെ കരം കൂടിയിരിക്കണം. കർത്താവ് കൂടെ ഉണ്ട് സിസ്റ്റർ. ധൈര്യമായിട്ട് പോയിട്ട് വാ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്റെ കാലിന്റെ വേദന കുറഞ്ഞു. എത്ര നാട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? എനിക്ക് കൊറേ കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്. എത്ര കാലം? കുറെ കാലം. എത്ര കാലം പറഞ്ഞു? 40 വയസ്സിൽ. ഇപ്പൊ എനിക്ക് 60 വയസ്സായി. കണ്ടോ, അതാ ഞാൻ ചോദിക്കുന്നത്. ഈ എത്ര വർഷം എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ഇപ്പൊ സൗകര്യ രോഗത്തെപ്പറ്റി, സൗഖ്യത്തെപ്പറ്റി പറയും. ഇതേപോലെ വർഷങ്ങളായിട്ട് രോഗിയെ കിടക്കുന്നവർ ചിലപ്പോൾ കേൾക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷ കൊടുക്കുവാണ്. അവർ ഓർക്കുന്ന ഈ രോഗം മാറത്തില്ല. ഇപ്പം എത്ര വർഷം? 20 വർഷമായ 40-ാം വയസ്സിൽ തുടങ്ങിയതല്ലേ? എനിക്ക് കാലിങ്ങനെ വളഞ്ഞ്, എന്റെ കാല് വളഞ്ഞിരിക്കും. ആ വേദന വരുമ്പോ കൂടുതൽ വളയും. അപ്പൊ ഇപ്പൊ എനിക്ക് പ്രാർത്ഥന തുടങ്ങിയപ്പോ ഭയങ്കര വേദന, സൂചി കൊണ്ട് കുത്തുന്ന വേദന വരുമ്പോ അത് വളച്ചിൽ കൂടും. അപ്പൊ അതിപ്പോ കുറഞ്ഞ് വളവ് കുറവുള്ള പോലെ തോന്നി. ഓ, അത് വലിയ അത്ഭുതം. വളവ് കുറവുള്ളത് തോന്നി അല്ലേ? സ്വത്രം. കർത്താവേ, ആമേൻ. കർത്താവേ, അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി. പറഞ്ഞോളൂ, ഇത്രയും വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ് ആ വളവ് പോലെ തോന്നിയത്. പക്ഷെ അത് വളവ് കുറഞ്ഞതായിട്ട് കാണാൻ പറ്റി. കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് ബാക്കി രോഗസൗഖ്യങ്ങൾ ലഭിച്ചവർക്കും പറയാനുള്ള അവസരമാണ്.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ആലോചനകൾ ഇടപെട്ടവർക്കും പറയാം. എനിക്കൊരു സാക്ഷി പറയാനുണ്ടായിരുന്നേ. പറഞ്ഞു. എനിക്കാണെങ്കിൽ ആർത്രൈറ്റീസിന്റെ പ്രശ്നത്താൽ 5 വർഷം കൊണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബ്രദറിന്റെ ഈ വചനം കേട്ട് കഴിഞ്ഞ വചനം ഏറ്റു പറഞ്ഞു. ഇന്ന് 17 ദിവസമായി മരുന്ന് കഴിക്കുന്നില്ല. കാല് മസിൽ കയറുമൊക്കെ ആയിരുന്നു, അതൊക്കെ കുറഞ്ഞു. 15 ദിവസം കൊണ്ട് മരുന്നും കഴിക്കുന്നില്ല. വചനത്തിന്റെ ശക്തിയാൽ എനിക്ക് വിടുതൽ ദൈവം തന്നു. അതുപോലെ തന്നെ നവംബർ 30-ാം തീയതി ആണെങ്കിൽ ഒരാൾ സാക്ഷി പറഞ്ഞു, കാല് ചൊറിഞ്ഞ് കറുത്ത് എൻ്റെ അപ്പൻ്റെ പാരമ്പര്യമാന്ന് പറഞ്ഞപ്പം ബ്രദർ പറഞ്ഞു, അപ്പൻ്റെ പാരമ്പര്യം ഞാൻ യേശുവിൻ്റെ പാരമ്പര്യമാന്ന് പറയാൻ പറഞ്ഞു. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനും അത് ഏറ്റെടുത്ത് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ പാരമ്പര്യമല്ല, ഞാൻ എൻ്റെ യേശുവിൻ്റെ പാരമ്പര്യമാണെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് പിന്നെ അതും കുറഞ്ഞു. ഓ സ്വോത്രം. ഇപ്പം എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു ആർത്രൈറ്റിസിന്റെ? എത്ര വർഷമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു? 5 വർഷം കൊണ്ട് മരുന്ന് കഴിക്കുമായിരുന്നു. 5 വർഷം കൊണ്ട് തുടങ്ങുന്ന മരുന്ന്? മരുന്നായിരുന്നു. ഓ സ്വോത്രം. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? നമ്മളെപ്പോഴും പറഞ്ഞു, നമ്മൾ യേശുവിൻ്റെ പാരമ്പര്യത്തിലുള്ള ഒരു പാരമ്പര്യ രോഗത്തിനും എൻ്റെ മേൽ അവകാശമില്ലെന്ന് പറയണം. സിസ്റ്റർ പറഞ്ഞോളൂ. 2 സാക്ഷി നമ്മളിപ്പോൾ കേട്ടു. പറഞ്ഞു. ബ്രദറെ, എനിക്ക് 6 വർഷമായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര വേദനയായിരുന്നു. ഒരു കൈ പൊക്കാനോ ഒരു സാധനം കൂടി അതിൽ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൈ വന്നു പോകുന്നു. അതേപോലെ അതേ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാലിനും ഭയങ്കര വേദനയായിരുന്നു. കാല് രാവിലെ എടുത്ത് വെക്കാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഈ ഒരു 10 ദിവസമായിട്ട് ഞാനിത് സൂം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 6-7 മാസമായി. അപ്പൊ ഞാൻ ഈ കർത്താവിന്റെ തിരുമുന്നാൽ സൗഖ്യം വന്നിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് വേദന കൂടുമ്പോ പിന്നെ മറക്കും. പിന്നെ ഹൃദയത്തിൽ ഇങ്ങനെ ബ്രദർ പറയുന്ന ഓരോ വാക്കുകൾ വരും ഇടയ്ക്കിടയ്ക്ക്. പിന്നെയും ഞാൻ സ്ട്രോങ് ആയിട്ട് പിന്നെയും ഞാൻ വചനം പറയും. അങ്ങനെ പറഞ്ഞു ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ മരുന്ന് കഴിക്കില്ല, മരുന്ന് കഴിച്ചാൽ ഇത് തിരിച്ചു വരും. പക്ഷെ കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തി അത് തിരിച്ചു ഒരിക്കലും വരില്ല. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ബ്രദറെ, അത് എപ്പോ എന്റെ ആ കൈയും കാലിന്റെയും അസുഖം മാറിയെന്ന് എനിക്ക് അറിയില്ല ബ്രദറെ. ഞാൻ 4 ദിവസമായിട്ട് ആ വേദന എന്തുകൊണ്ട് വരുന്നില്ല, എന്തുകൊണ്ട് വേദനിക്കില്ലല്ലോ. എന്നിട്ട് ഞാൻ എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് 7 മണി തൊട്ടിട്ട് രാത്രി 12:30 വരെ ഞാൻ അടുക്കളയിൽ നിന്ന് പണി ചെയ്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഇത്ര നേരം ഞാൻ പണി ചെയ്തിട്ട് എനിക്ക് വേദനിക്കണില്ലല്ലോ ഈശ്വര, ഞാൻ എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നു ബ്രദറെ. അത് അങ്ങനെ മാറി. എനിക്ക് എങ്ങനെ മാറിയെന്ന് അറിയില്ല ബ്രദറെ. എന്തായാലും മാറി എനിക്ക്. പക്ഷെ ഞാൻ പ്രയത്നിച്ചു നോക്കി. ഈ കൈ കൊണ്ടുണ്ടല്ലോ ഒരുപാട് പണികൾ. തുണി കൂടെ എനിക്ക് പാന്റ് കൂടെ പിള്ളേരെ പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ പാന്റ് ഞാൻ ഇത്രയും 3 ദിവസത്തെ തുണിയെല്ലാം തിരുമ്പി. പക്ഷെ എന്റെ ഒരു കയ്യോ ഒരു കാലിനോ ആ വേദന ഇല്ല ബ്രദറെ. ആമേൻ. എത്ര വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ? അത് 6 വർഷമായി ബ്രദറെ. ഞാൻ ചെയ്യാത്ത മരുന്നില്ല. നിങ്ങൾ കേട്ട ഈ സാക്ഷ്യം കേട്ട് 6 വർഷമായിട്ട് സിസ്റ്റർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായിരുന്നു. വേദന, കൈ ഉയർത്താനോ ബലം പിടിക്കാനോ കഴിയത്തില്ലായിരുന്നു. വചനം പറഞ്ഞുകൊണ്ടിരുന്നു, പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നു, രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ സിസ്റ്റർ പറയണേ എപ്പോൾ അത് പോയെന്ന് അറിയത്തില്ല. പക്ഷേ ഇന്നലെ അത് ട്രൈ ചെയ്ത് നോക്കി. വേദന പോയോന്ന് അറിയാൻ വേണ്ടി പലതും ചെയ്ത് നോക്കി. എത്ര മണി വരെ സിസ്റ്റർ ജോലി ചെയ്ത വീട്ടിൽ? 12 മണി വരെയോ? ഞാൻ രാവിലെ 7 മണി തൊട്ടിട്ട് 12 മണി വരെ ഇന്നലെ എനിക്ക്. പക്ഷെ 7 മണി തൊട്ട് 12 മണി വരെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് വന്നിരിക്കും. എന്റെ കാല് വന്ന് വീങ്ങും. കാലിൽ എനിക്ക് അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പിന്നെ ഞാൻ കുറെ നേരം കാലിനെ ഇങ്ങനെ തിരുമ്പിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ ജോലി ചെയ്യും. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പണി ചെയ്തോണ്ട് ഇന്നും ഞാൻ മുഴുവനും പണിയാണ്. ഇന്ന് ഞാൻ 10 കിലോന്റെ അരി പൊക്കിയിട്ട് വന്നു ഈ കൈ കൊണ്ട് തന്നെ. ഒരു കുഴപ്പമില്ല ബ്രദറെ. ഇത് വലിയ സാക്ഷിയാണ്. കർത്താവ് തൊട്ടാ പിന്നെ രോഗം വരത്തില്ല. ഞാൻ എപ്പോഴും പറയത്തില്ലേ, രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്, അത്ഭുതം നമ്മുടെ അവകാശമാണ്. നിങ്ങൾ മക്കളെങ്കിലോ മക്കളുടെ അവകാശം രോഗമല്ല, മക്കളുടെ അവകാശം സൗഖ്യമാണ്. കർത്താവ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ എവിടുന്നാ വിളിക്കുന്ന? സ്ഥലം എവിടെയാ? ഞാൻ എന്തുകൊണ്ട് ഇത് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. കുഴപ്പമില്ല, നമുക്ക് മഹാരാഷ്ട്ര വരുമ്പോൾ കാണാം. എന്തായാലും നിങ്ങൾക്ക് ഈ നാട്ടിലുള്ളവർ കൊല്ലത്തും കോട്ടയത്തും ഈ എറണാകുളത്തും ഒക്കെ ഭാഗത്തുള്ളവർ ഈ സാക്ഷ്യമൊക്കെ ലഭിച്ചവർ, കർത്താവ് നിങ്ങളെ വർഷങ്ങളായിട്ട് രോഗം, നിങ്ങൾ മടി കൂടാതെ വന്ന് സാക്ഷ്യം പറയണം. യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ ഒരു മടിയും കാണിക്കരുത്. അനേകരവിടെ വരുന്നതാണ്. അവർക്കെല്ലാം നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഒരു ബലമാണ്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെ പറഞ്ഞാട്ടെ. പറഞ്ഞു.
ബ്രദറെ അല്ല ബ്രദറെ ഞാനൊന്ന് എനിക്കൊരു പറഞ്ഞോട്ടെ കാര്യം പറഞ്ഞു. ബ്രദറെ, കഴിഞ്ഞ ദിവസം എന്റെ മോക്ക് ജർമ്മനിന്ന് വന്ന് മെസ്സേജ് വന്നു, അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അയച്ചു കൊടുക്കാൻ ഇപ്പം കഴിഞ്ഞ മാസം അവസാനമായപ്പോ നമുക്ക് പൈസക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഈ പൈസ തികയത്തില്ലല്ലോ, എന്തോ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു, സാരമില്ല, അത് ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞേച്ചു ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഒരു 15 മിനിറ്റ് ആവുന്നതിന് മുമ്പേ മോള് വന്ന് പറയുന്നു, അമ്മ അത് അയച്ചു കൊടുക്കണ്ട, അത് എന്തുവാ ഞാൻ ചെല്ലുമ്പോ കൊണ്ടുവന്നാ മതിയെന്ന് അവിടെ നിന്ന് മെസ്സേജ് വന്നെന്ന്. അത് പക്ഷേ അത് വലിയൊരു അത്ഭുതം തന്നെ എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും കർത്താവ് കരുതുന്നു. വായ്പ പോലും മേടിക്കാതെ ദൈവം അത് കരുതി. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ്, പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വായ്പ പോലും മേടിക്കാതെ ദൈവം കരുതുമെന്ന് പറഞ്ഞ വഴിക്ക് ദൈവം അത് അത്ഭുതമായി തുറക്കുവാൻ ഇടയായിത്തീരുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇതേപോലെ ഇനിയും വിശ്വാസത്തിൽ ബലപ്പെടുക. കർത്താവ് വലിയ സാക്ഷ്യങ്ങൾ നടക്കും കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ബ്രദറെ, ഞാനൊരു കാര്യം പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. വസ്തു ഇതുവരെ ഒന്നും വിൽക്കാൻ എനിക്ക് സാധിച്ചില്ല. അതിന്റെ ആധാരം ഞാൻ കൈ പിടിച്ചോണ്ട് ഇത് പറയുന്നത്, എനിക്ക് അത് എത്ര വേഗം ഒന്ന് വിറ്റ് കിട്ടാൻ പ്രാർത്ഥിക്കാമോ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും സിസ്റ്റർ. കർത്താവ് അത് അത്ഭുതം ചെയ്യും. ഞാൻ പറഞ്ഞാൽ കർത്താവ് അതൊരു വാക്തത്വത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അത്ഭുത സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ദൈവം അത് അത്ഭുതമാക്കി മാറ്റും. പറഞ്ഞു. എന്റെ മരുമകന് 1.5 വർഷം മുമ്പ് ആക്സിഡന്റിൽ തുടർന്ന് ശക്തമായ ഷോൾഡർ ഉണ്ടായി. പിന്നെ അത് അവർ ആയുർവേദം കാണിച്ചു ആദ്യം വന്നു. ആദ്യം നിലയിൽ കാണിച്ചപ്പോ MRI എടുത്ത് ഗോൾഡ് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് അങ്ങനെ തിരുമുരുകൻ സൗഖ്യം വന്നിരിക്കുന്നു. 3 ലക്ഷം ഓപ്പറേഷൻ പറഞ്ഞു കൊടുത്ത് അവൻ വേറൊരു ഡോക്ടറെ പോയി കണ്ടില്ല. ഞാൻ നൈറ്റിലത്തെ ഡോക്ടർ പറഞ്ഞത് കേട്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, വേറൊരു ഡോക്ടറെ പോയി കാണാൻ തോന്നണേ. പ്രാർത്ഥിച്ചു, കർത്താവ് അങ്ങനെ തിരുമുരുകൻ സൗഖ്യം വന്നിരിക്കുന്നു. പ്രാർത്ഥിച്ചു, വേറെ ഡോക്ടറെ പോയി കണ്ടപ്പോ ഒരു മിനിറ്റ് സിസ്റ്റർ മ്യൂട്ടായി പോയി. സിസ്റ്റർ മ്യൂട്ടായി പോയി. ഒരു മിനിറ്റ്. പറഞ്ഞു മ്യൂട്ടായി പോയി. അപ്പോ അവൻ വേറൊരു ഡോക്ടറെ കണ്ടപ്പോ ഈ MRI സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ 3/4 വശം ഏർപ്പെട്ട് മാറി, ഓപ്പറേഷൻ വേണ്ട, 3 ലക്ഷത്തിന്റെ ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു. മരുന്നിലും മാറുന്നു പറഞ്ഞു. കർത്താവേ, നമ്മുടെ ദൈവം എത്ര വലിയവനാണ് ദൈവം. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞാൽ 3 ലക്ഷം രൂപയുടെ സർജറിയാണ് ഒറ്റ പ്രാർത്ഥനയിൽ മാറിപ്പോയത്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, അത് ചെയ്യണ്ട എന്ന് പറയാൻ തൊക്കെ ഇടയാത്തീർന്ന്. ബ്രേസ് പറഞ്ഞാൽ തന്നെ 3 ലക്ഷം രൂപ മുടക്കേണ്ട സ്ഥാനത്ത് 3 മിനിറ്റിന്റെ പ്രാർത്ഥന കൊണ്ട് കർത്താവ് അത് ചെയ്തു. അതിന്റെ കാരണം യേശുവിന്റെ തിരുമുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം നമ്മുടെ അവകാശമാണ്. നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പഠിപ്പിക്കണം, ആരോഗ്യവും സൗഖ്യവും യേശുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. യേശു മുറിവേറ്റു, നമ്മൾ സൗഖ്യമായിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇതിനകത്ത് കേറിയിട്ട് അധികം ഒന്നും ആയില്ല, ഒരു 10-15-20 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. എന്നിട്ട് എനിക്ക് എന്റെ ഭർത്താവിന്റെ കണ്ണിന് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടു. 8,500 രൂപ എടുത്ത് MRI സ്കാൻ ചെയ്തു. കേൾക്കുന്നുണ്ടോ? MRI സ്കാൻ ചെയ്തു. എന്നിട്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഈ വചനം കേട്ടത് ഞാന് അതുപോലെ യേശുവിന്റെ തിരുമുറിവുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു, കണ്ണിലേക്ക് കൈ വെച്ചിട്ട് യേശുവിന്റെ തിരുമുറിവുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കണ്ണിന് സൗഖ്യം വന്നു. കണ്ണിന് ഇപ്പൊ ഓപ്പറേഷൻ ഒന്നും വേണ്ട ബ്രദറെ. ഞാൻ അധികം ഒന്നും ആയിട്ടില്ല അതിന് കേറിയിട്ട്. 15 ദിവസമുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. പക്ഷെ എന്റെ രോഗം മാറിയിട്ടില്ല. എനിക്ക് അസ്ഥി സംബന്ധമായ വേദനയും രോഗമായിട്ടിരിക്കുന്നത്. എന്റെ മാറിയില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാറി. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്യണം. ഇന്ന് അതേ കൈ എടുത്ത് വെച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ വെച്ചിട്ട് കൈ വെച്ചങ്ങ് പറഞ്ഞു വേണം യേശുവിൻ്റെ തിരുമുറിവിനാൽ. നിങ്ങൾ കേട്ട വാക്യം, അച്ചായൻ്റെ കണ്ണിന് ഓപ്പറേഷൻ പറഞ്ഞാണ്, കാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ്, അത് സർജറി വേണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ 15 ദിവസമായിട്ടുള്ളൂ. പക്ഷേ എങ്ങനെ രോഗം സൗഖ്യമാകുന്നുള്ള വചനം അങ്ങ് പഠിച്ചെടുത്തിട്ട് ആ രോഗസൗഖ്യ പ്രാർത്ഥന ആ ഹസ്ബൻഡിൻ്റെ മേലേക്ക് കണ്ണെ കൈവച്ച് പറയാൻ തുടങ്ങി. കർത്താവിൻ്റെ തിരുമുറിവിനാൽ യേശു രോഗത്തെ വഹിച്ചതാണ്, കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുമെന്ന് പറയാൻ തുടങ്ങി. അവിടെ എന്തു സംഭവിച്ചു? ആ കാഴ്ച വന്നു. ഓപ്പറേഷൻ വേണ്ട എന്ന് പറയാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി.
ഗോഡ് ബ്ലെസ് യു. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി നന്ദി. അതുകൊണ്ട് ഇപ്പോൾ കൈ വെച്ചിട്ട് അങ്ങ് പറയണം, എൻ്റെ അസ്ഥിവേദനയും യേശു വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോണം. കർത്താവ് അത് അത്ഭുത സാക്ഷ്യമാക്കി മാറ്റിയിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ബ്രദറെ എന്റെ വായിക്ക് അങ്ങ് ഭയങ്കര കയ്പ് അനുഭവപ്പെട്ടു. ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാനേ തോന്നുന്നില്ലായിരുന്നു. 2 ദിവസം നല്ലപോലെ ഭാരപ്പെട്ട് ഞാൻ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതങ്ങ് പെട്ടെന്ന് അത് മാറി 2 ദിവസം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ തലയുടെ ഒരു ഹാഫിന് കുറച്ച് പോർഷനിലെ തൊടുമ്പോ അങ്ങ് ഒരു വേദനയാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്തോ ഒരു വല്ലാത്തൊരു ഇത്. എനിക്ക് നല്ല ടെൻഷനായി പോയി. ഏതായാലും അതും വചനം പറഞ്ഞു അത് കംപ്ലീറ്റ് ആയിട്ട് 2 ദിവസം എടുത്തു, അത് മാറി. പക്ഷെ ഇന്നലെ വീണ്ടും എനിക്ക് ആ വായുടെ കയ്പ് അനുഭവപ്പെട്ടു. ഭക്ഷണം കഴിക്കാൻ ചില നേരമൊന്നും എനിക്ക് കഴിക്കാനേ പറ്റിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് കഴിച്ചു, എന്നാലും ഇപ്പോഴും വായിൽ ഒരു കയ്പുണ്ട്. അങ്ങനെ ഒരു സിസ്റ്ററെ കൈവച്ചു. യേശുവിനെ യേശു കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാണ്. യേശു കർത്താവിൻ്റെ മുറിവ് എൻ്റെ സൗഖ്യമാണ്. ഞാൻ ആ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. ഞാൻ ഇനി രോഗിയല്ല, ഞാൻ അത്ഭുതമാണ്, ഞാൻ ആ സൗഖ്യമായിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു തന്നെ പറഞ്ഞോണം. ഇനി മേലാല ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷി പറയാനുണ്ടോ? ബ്രദറെ, ഇന്ന് പറഞ്ഞൊരു സംഗീതിന്റെ കാര്യമുണ്ടല്ലോ. ആരാ സംഗീത്? സംഗീത് എന്ന് പറഞ്ഞായിരുന്നു ബ്രദർ പറഞ്ഞായിരുന്നു. അതെന്റെ ഹസ്ബൻഡിന്റെ പെങ്ങടെ മോനാണ്. മദ്യപാനത്തിന്റെ വലിയ പ്രശ്നങ്ങളുമായിട്ട് കടന്നു പോകുന്ന ഒരു മകനാണത്. എത്ര പേരാ പേര് കേട്ടായിരുന്നു? ഞാൻ കേട്ടു ബ്രദറെ. ഇന്ന് ആ മകന് വിടുതല കേട്ടോ. ഇനി അവന് മദ്യപാനത്തെ ഓർത്ത് ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആമേൻ പറഞ്ഞ് അവൻ്റെ വിടുതലിനെ ഏറ്റെടുക്കുന്ന സിസ്റ്ററെ പറഞ്ഞോണം. ആ മകൻ സംഗീത ഒരു അത്ഭുതമായി തീരാൻ വേണ്ടി പോവാണ്. അവൻ മാനസാന്തരപ്പെടും, അവൻ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരും, അവൻ യേശുവിൻ്റെ സാക്ഷിയായിട്ട് അവൻ മാറും കേട്ടോ. ഏറ്റെടുത്തോണം, ആമേൻ പറഞ്ഞ് കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. പറഞ്ഞു. ഇന്ന് ബ്രദർ വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് ആദ്യം പറഞ്ഞായിരുന്നു ബ്രദർ സുസമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം പറഞ്ഞായിരുന്നു. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്ററിൻ്റെ അവരുടെ മോൻ്റെ പേര് ബിബിൻ എന്നാണ്. ബ്രദർ ബി പറഞ്ഞായിരുന്നു. ബിബിൻ അവരുടെ വീട്ടിലൊരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അതൊന്ന് ഭയങ്കര ഒരു പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. ആ മകന് ഭയങ്കര വിഷമത്തിലൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഒന്ന് ബ്രദർ അത് പറഞ്ഞു, ഞാനിപ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. രണ്ടാമത് പറഞ്ഞു മിന്നു എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. മിന്നു ആണെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ വൈഫാണ്. ആ മോളുടെ വീട്ടിൽ കുറേ പ്രോബ്ലങ്ങൾ കടന്നുകൊണ്ട് പോയിരിക്കുന്നു. അതും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു. മൂന്നാമത് പറഞ്ഞു ഷാരോൺ എന്ന് പറഞ്ഞൊരു മോൾ, ഷാരോൺ എന്നൊരു പേര് വെളിപ്പെടുത്തിയായിരുന്നു. അതെൻ്റെ മോളാണ്. ആ മോള് ഇപ്പോഴ് ഈ OM എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷിപ്പയിലാണ് അവള് മിഷണറി ആയിട്ട് പോയിരിക്കുകയാണ്. മോളുടെ മാരേജിന്റെ വിഷയത്തിനായിട്ട് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1 വർഷത്തേക്ക് പോയതാണ്. മോളിപ്പോൾ 2 വർഷം, ഇപ്പൊ 2ാമത്തെ വർഷമാണ്. അപ്പൊ അവൾക്ക് അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവളെ വലിയ വലിയ കാര്യങ്ങൾക്കായിട്ട് ദൈവം, അവിടെ കുറെ കാര്യങ്ങൾക്കായിട്ട് അവളെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബ്രദർ അത് ശക്തമായിട്ട് പറഞ്ഞായിരുന്നു. ആ വിഷയത്തിന്റെ മേലെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുമെന്ന്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം എന്താന്ന് വെച്ചാൽ മോളുടെ വിവാഹക്കാര്യ, വിവാഹത്തിന് വേണ്ടി ശക്തമായിട്ട് അവർക്കൊരു മിഷണറിയാണ് വേണ്ടിയത്. അപ്പൊ ആ മിഷണറിക്ക് വേണ്ടി ഞങ്ങളും അതുപോലെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്നിപ്പം 3 വിഷയവും പറഞ്ഞ് ഞാൻ ഏറ്റെടുത്തു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ശ്രദ്ധ ഏറ്റെടുത്തോണം. കർത്താവ് അത് വലിയ സാക്ഷ്യമാക്കി മാറ്റും. എന്ന് പ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അവരുടെ കുടുംബത്തിലുള്ളവരെ തന്നെയാണ് ആ പേരുകളെല്ലാം കർത്താവ് വെളിപ്പെട്ടത്, വിഷയങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തിയത്. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് വലിയൊരു അനുഗ്രഹമാക്കി തന്നെ മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ മിനിയാന്ന് 7-ാം തീയതി ഒരു ആലോചന പറഞ്ഞു. ജാനകി എന്ന് പറഞ്ഞ ഭവനത്തില് വലിയൊരു അനർത്ഥം വരുന്നു, പേടിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. മിനിയാന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ അവിടെ എന്റെ ചേച്ചിയാണ് അവിടെ താമസിക്കുന്നത്, എന്റെ അമ്മയുടെ വീടാണ് അത്. അവിടെ ഇന്നലെ ഒരു വലിയൊരു അണലി കയറി. അവര് ചവിട്ടേണ്ടതാണ്, പക്ഷെ അത് ഭാഗ്യത്തിന് ചവിട്ടാതെ അതൊരു വലിയൊരു അനർത്ഥം അവിടെ വരേണ്ടടുത്തെന്ന് ദൈവം അത് ഒഴിവാക്കി.
ആമേൻ. തീർച്ചയായും ഇത് വലിയൊരു സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ട എത്ര പേരത് കേട്ടായിരുന്നു? കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് ജാനകി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് അത് കേട്ടായിരുന്നു. അത് വലിയൊരു സാക്ഷ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോണം. അതിനകത്ത് വലിയൊരു മർമ്മം എന്ന് വെച്ചാൽ, ഞാനത് സംസാരിച്ചു വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ, നിങ്ങളത് എത്ര ഒരു കട്ട നിൽക്കത്തില്ല, വേഗത്തിൽ ഞാനത് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പെട്ടെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ആ സിസ്റ്റർ ഏറ്റെടുത്തു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അന്ന് ആ വീട്ടിലൊരു അണലി കയറി. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കറിയാം അണലിയെ കടിച്ചാൽ പിന്നെ ജീവിതം തീർന്നു. പക്ഷേ കർത്താവ് എന്ന് പറഞ്ഞ പോലെ തന്നെ വലിയൊരു അനർത്ഥം അത് മുൻകൂട്ടി കണ്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അതിൻ്റെ അർത്ഥം ദൈവത്തിന് ആ കുടുംബത്തെ ഇപ്പം പറഞ്ഞ സഹോദരി, എനിക്കൊന്ന് പേരിട്ടിട്ടില്ല, ഒരു നമ്പരാണ് കിടക്കുന്നത് ഞാൻ കാണുന്നത്, 1968 നമ്പരാണ് കാണുന്നത് പേരിൻ്റെ അവിടെ. അപ്പോൾ ആ സഹോദരി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവരെ കർത്താവിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവം വെളിപ്പെടുത്തി. ആലോചിച്ച് നോക്കി, ആ പാമ്പ് കയറുന്നതോ അനർത്ഥം വരുന്നുണ്ടോന്നൊക്കെ നമുക്ക് വല്ലതും അറിയാവോ? സിസ്റ്ററെ, ഞാൻ എങ്ങനെയും അറിയാൻ സാധ്യതയുണ്ടോ സിസ്റ്ററെ? ആ സിസ്റ്റർ മ്യൂട്ട് മാറ്റിക്കേ. ഇപ്പം പറഞ്ഞ സിസ്റ്ററെ, ഞാൻ വല്ലതും അറിയാൻ സാധ്യതയുണ്ടോ? ഇവിടെ എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇവര് കടൽ തീരത്തിന്റെ അടുത്താണ് ഈ ജാനകി എന്ന് പറഞ്ഞിട്ട് താമസിക്കുന്നത്. ഓ കണ്ടോ, അത് വലിയ ദൈവത്തിന്റെ അത്ഭുതമാണ്. എന്നാലോചിച്ച് നോക്കി, ആ പാമ്പ് കയറി അതിന്റെ മുമ്പ് തന്നെ വലിയൊരു അനർത്ഥം മാറിപ്പോകുന്നു. അപ്പോൾ നിങ്ങൾ ഈ ആമേനൊക്കെ പറഞ്ഞ് ഓരോ പ്രവചന ആലോചന ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല, അതിൻ്റെ അകത്ത് വലിയ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്തതിന് വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഓരോ വാക്കുകൾക്കും വചനത്തിനും ശക്തിയുണ്ട്. ഞാൻ തൽക്കാലം, എനിക്കറിയാം ഇനിയും സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും നമ്മുടെ സമയപരിധി കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് പിന്നെയും കൂടെ വലിയ സാക്ഷ്യങ്ങൾ, നിങ്ങൾക്കിനി അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ പിന്നെയും പറയാം. ഞാൻ പറഞ്ഞ രോഗശക്തി, ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, വർഷങ്ങളായിട്ടുള്ള രോഗങ്ങളാണ് സൗഖ്യമായത്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ഞാൻ പിന്നെയും പറയും, നിങ്ങൾ ലൈവിൽ നേരിട്ട് വന്ന് നമ്മുടെ ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രാർത്ഥനകളിൽ പറയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, കാര്യം ഇത് ചെയ്യണം, നിർബന്ധിക്കാത്ത കാര്യം, നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കല്ല. നാം ദൈവത്തെ ഉയർത്തിയ ദൈവം നമ്മെ ഉയർത്തുമെന്ന് വലിയൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ ഉയർത്താൻ കിട്ടുന്ന അവസരങ്ങൾ, എത്ര പേര് നേരിൽ വന്ന് സാക്ഷ്യം പറയുവാൻ തയ്യാറാകുന്നുണ്ട്? അവർ മാത്രം ഒന്ന് ധൈര്യത്തോടെ ഒന്ന് പറഞ്ഞു, എത്ര പേര് തയ്യാറാണ് നേരിൽ ഫെബ്രുവരിയിൽ ഞാൻ സാക്ഷ്യം പറയും? നിങ്ങൾ തയ്യാറായിട്ട് ഇരിക്കുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നമ്മൾ സാക്ഷ്യങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടെ സാക്ഷ്യം എനിക്ക് വിശ്വാസത്തിലൊരു ബലമാണ്. പിന്നെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പിന്നെയും നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുവാൻ, വചനങ്ങളെ പറയുവാൻ, കൃപാവരങ്ങളെ ഉപയോഗിക്കുവാൻ എനിക്ക് ധൈര്യവും ബലവുമാണ്. ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് ഉറപ്പ് തരികയാണ്. യേശു ജീവിക്കുന്നു, കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ഈ ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷ വേണം. ഞാൻ പറയില്ല, സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്നതോടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വായ്പ മേടിക്കത്തില്ല, കൊടുക്കുന്നവരാക്കി മാറ്റും. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. എനിക്കറിയാം, നമ്മൾ ഈ കൂട്ടായ്മ കൂടുമ്പോൾ ഞാൻ എത്രയോ എനിക്കറിയാം, ഇതിനകത്ത് തകർന്നു വന്ന് കയറിയവരുണ്ട്. അവരെയൊക്കെയും കർത്താവ് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കേൾക്കാനേക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ അർത്ഥം, നിങ്ങൾ എല്ലാ കാലവും ഞെരുങ്ങി ജീവിക്കത്തില്ല, നിങ്ങളുടെ അവസ്ഥകൾ അത്ഭുതകരമായിട്ട് മാറും. വരും ദിവസങ്ങളിൽ നമ്മൾ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ വർധനവിനെ കൊണ്ടുവരുന്ന വചന ധ്യാനമുണ്ട്. നമുക്ക് അതിലേക്ക് ആ ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ പോയാൽ പോരാ, നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരണം. നമ്മുടെ വരുമാന മാർഗ്ഗങ്ങൾ, നമ്മുടെ ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം, ഇതിലൊക്കെ നമുക്കൊരു വർധനവ് വരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ നമുക്കൊരു ബൈബിൾ സ്റ്റഡി വരുന്നുണ്ട്. ബൈബിൾ സ്റ്റഡി മാത്രമല്ല, ഇവിടെ സ്റ്റഡി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അപ്പം നമുക്കിന്ന് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ഫെബ്രുവരിയിൽ നടക്കുന്ന മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മറക്കരുത്. നമ്മൾ ഒരു 10 ദിവസം ഇനിയില്ല, 3-4 ദിവസത്തിനുള്ളിൽ ഹോളുകളെല്ലാം ബുക്ക് ചെയ്യും. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 1-2 ഹോളുകൾ ഫൈനലൈസ് ചെയ്തു. അപ്പോൾ അത് റെഡിയായ ഉടനെ നമുക്കതിൻ്റെ ബ്രോഷറുകളൊക്കെ വരും, ആ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും, നിങ്ങൾക്ക് വേറെ പുറത്ത് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരാൻ തയ്യാറായുള്ളവരൊക്കെ, പങ്കെടുക്കാൻ ആഗ്രഹങ്ങളുള്ളവർക്ക് നിങ്ങൾക്ക് വരാം. നിങ്ങൾ ഫിനാൻസ് ഓർത്താ ഭാരപ്പെടുന്നെങ്കിൽ പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് ആ പ്രാർത്ഥനയ്ക്ക് പോകണം, ഫിനാൻസൊക്കെ ദൈവം തുറക്കും. നമുക്ക് വേണ്ടിയാ കർത്താവ്, ദൈവമക്കൾക്ക് വേണ്ടിയാ കർത്താവ് ഫ്ലൈറ്റൊക്കെ തുറന്നേക്കുന്നത്. ദൈവമക്കൾ പോയില്ല പിന്നെ ആരാ ഫ്ലൈറ്റൊക്കെ കയറി പോകുന്നത്? ദൈവമക്കൾ ഉപയോഗിച്ചില്ല പിന്നെ എന്തുവാ ഈ നന്മയൊക്കെ വെച്ചേക്കുന്നത്? ഈ ദൈവം ഭൂമിയിൽ എല്ലാ നന്മകളും മക്കൾക്ക് അവകാശങ്ങളാണ്. നമ്മൾ അനുഭവിച്ചില്ല പിന്നെ ആരനുഭവം? ഞെരുക്കമൊക്കെ അങ്ങ് മാറട്ടെ, ഞെരുക്കമൊക്കെ തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ ബ്ലെസ്സിങ്ങൾ തുറന്നു വരും എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞാട്ടെ. ലൈവ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ലൈവിൽ കാണുന്നതോടൊപ്പം നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വോയിസ് റെക്കോർഡുകളായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ എനിക്ക് വാട്സാപ്പിലേക്ക് അയച്ചു തരിക. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.